الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാമിൽ കിതാബ് സദാഖ മഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിനു മുമ്പ് നിക്കാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്കുള്ളത് വൈവാഹിക ജീവിതത്തിൽ അതുപോലെ തന്നെ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു വിഷയമായ ത്വലാഖുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അഥവാ ഫിഖ്ഹിൽ പിന്നീട് കൊടുക്കാറുള്ള ഗ്രന്ഥം കിതാബ് ത്വലാഖാണ്. ഇപ്പോൾ ത്വലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അവർക്ക് യോജിച്ചു പോകാൻ സാധിക്കുകയില്ല എന്ന് കണ്ടാൽ അവർക്ക് വേർപിരിയാൻ ഇസ്ലാമിൽ നിശ്ചയിച്ചിട്ടുള്ള ഒരു മാനദണ്ഡമാണ്. ആ ത്വലാഖ് സംഭവിക്കുന്നതിന് പ്രത്യേകമായ ചില വാക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ ത്വലാഖ് ചെയ്തിരിക്കുന്നു, ത്വല്ലഖ്തു, അല്ലെങ്കിൽ അൻതി മുത്തല്ലഖ, നിന്നെ ത്വലാഖ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അൻതി ത്വാലിഖ്, ഈ ത്വലാഖ് ചെയ്തവളാണ് എന്ന രൂപത്തിലൊക്കെ ആണ് ത്വലാഖ് ചെയ്യുക. ജാഹിലിയ കാലഘട്ടത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ത്വലാഖിൻ്റെ വിഷയത്തിൽ അവർക്കൊരു നിയമം ഉണ്ടായിരുന്നില്ല. സ്ത്രീകളെ ഉപദ്രവിക്കുക എന്നുള്ള നിശ്ചയത്തിൽ ത്വലാഖ് ചെല്ലുകയും തിരിച്ചെടുക്കുകയും പിന്നീട് ത്വലാഖ് ചെല്ലുകയും പിന്നീട് തിരിച്ചെടുക്കുകയും അങ്ങനെ എണ്ണമില്ലാതെ അവരെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ ഒരാൾ ത്വലാഖ് ചെയ്യും, പിന്നെ അവളുമായി ബന്ധമില്ല. ഇദ്ദ കഴിയാനാകുമ്പോൾ വീണ്ടും തിരിച്ചെടുക്കും, അങ്ങനെ പിന്നെയും ത്വലാഖ് ചെയ്യും. ഇദ്ദ കഴിയാനാകുമ്പോൾ വീണ്ടും തിരിച്ചെടുക്കും. അങ്ങനെ അവളെ ഒരു ഭാര്യയായി കണക്കാക്കുകയുമില്ല, മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ അനുവദിക്കുകയുമില്ല. ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. ഇസ്ലാം അതിന് കൃത്യമായ ഒരു പരിധി നിശ്ചയിച്ചു. 3 പ്രാവശ്യം മാത്രമേ ഒരാൾക്കൊരു സ്ത്രീയെ ത്വലാഖ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 3 പ്രാവശ്യം ത്വലാഖ് ചെയ്താൽ പിന്നീട് അവൾ അവൻ്റെ ഭാര്യയല്ല. അവളെ സംബന്ധിച്ചിടത്തോളം ആ ഇദ്ദ കൂടി കഴിഞ്ഞാൽ മറ്റൊരാളെ നിക്കാഹ് കഴിക്കാൻ അവൾക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ ഇസ്ലാം അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഇത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചില ഘട്ടങ്ങളിലെങ്കിലും ഏറെ ആലോചിച്ചെടുത്ത തീരുമാനത്തിൽ പോലും അബദ്ധങ്ങൾ ഉണ്ടായേക്കാം. ആ അബദ്ധങ്ങൾ അല്ലെങ്കിൽ ഗോപ്യമായി നിന്നിരുന്ന ചില കാര്യങ്ങൾ വെളിവായേക്കാം. അങ്ങനെ അവന് ജീവിതകാലം മുഴുവനും ഒരു സ്ത്രീക്ക് ഭർത്താവിനോ അല്ലെങ്കിൽ ഭർത്താവിന് സ്ത്രീയോ സഹിച്ചു മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ ദീനുൽ ഇസ്ലാമിലില്ല. മറിച്ച് അവർക്ക് മാന്യമായി ബന്ധം ഒഴിവാക്കാനും മറ്റു വിവാഹം തേടാനും ദീനുൽ ഇസ്ലാമിൽ അനുവാദം നൽകിയിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ത്വലാഖ് എന്ന് പറയുന്നത്. അതല്ലാതെ ത്വലാഖ് ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു നിയമമല്ല, മറിച്ച് എളുപ്പമുള്ളൊരു നിയമമാണ്. മനുഷ്യന്റെ പ്രകൃതിക്ക് യോജിക്കുന്നതായ ഒരു നിയമമാണ് യഥാർത്ഥത്തിൽ ത്വലാഖ് എന്ന് പറയുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ആമുഖമായി പറഞ്ഞ ചില കാര്യങ്ങൾ വായിച്ചതിന് ശേഷം നമുക്ക് ഹദീസിലേക്ക് പ്രവേശിക്കാം. ഇപ്പൊ ത്വലാഖിന് ഒരു പ്രത്യേകമായ ലഫ്ലുണ്ടോ എന്നാണ് അദ്ദേഹം പറയുന്നു. ഫൈൻ ഖാല ഖായിൽ, ചോദ്യകർത്താവ് ചോദിക്കുകയാണെങ്കിൽ, ഹല്ലി ത്വലാഖി അൽഫാദുൻ മഅലൂമ, ത്വലാഖിനൊരു പ്രത്യേക വാക്ക് തന്നെ പറയണോ? ഔ കുല്ലു മാ ദല്ല അല ത്വലാഖി ഫഹുവ ത്വലാഖ്, അല്ല ത്വലാഖിനെ സൂചിപ്പിക്കുന്നതായ ഏതൊരു കാര്യവും ത്വലാഖ് തന്നെയാണോ എന്നാണ് ചോദ്യം. ഫൽ ജവാബ്, ഉത്തരം അസ്സാനി, രണ്ടാമത് പറഞ്ഞതാണ്. കുല്ലു മാ ദല്ല അല ത്വലാഖി ഫഹുവ ത്വലാഖ്, ത്വലാഖിന്റെ ധ്വനി ഉണ്ടാക്കുന്ന ഏതൊരു കാര്യവും അത് ത്വലാഖ് തന്നെയാണ്. ഫമസലൻ, ഉദാഹരണത്തിന്, ഇദാ ഖാല സൗജു ലിസൗജതിഹി അൻതി ഖദ് ഖല്ലൈതുകി, ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പറയാൻ, ഞാൻ നിന്നെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു, വഹുവ ലഫ്ളുൻ യുഫ്ഹമു ഇൻദന്നാസി അന്നഹു ത്വല്ലഖഹ യകൂനു ത്വലാഖൻ, അത് ത്വലാഖായിട്ട് പരിഗണിക്കും. ജനങ്ങൾക്കത് ത്വലാഖ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ നിന്നെ വിട്ടയച്ചിരിക്കുന്നു എന്ന രൂപത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ത്വലാഖാണ്. ഇവിടെ പണ്ഡിതന്മാർ ഒന്നുകൂടി വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ത്വലാഖ് എന്ന് പറയുന്ന ലഫ്ളാണ് ഒരാൾ ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ പിന്നീട് അവിടെ ഇസ്ലാമിക കോടതി അവന്റെ നിയ്യത്തിനെ പരിഗണിക്കുക പോലുമില്ല എന്നാണ്. ഒരാൾ ത്വലാഖ് എന്നാണ് വാക്ക് പറഞ്ഞത് എങ്കിൽ അത് ത്വലാഖായിട്ട് തന്നെ എന്ത് ചെയ്യും, പരിഗണിക്കും. കാരണം ത്വലാഖ് എന്ന് പറയുന്ന വാക്കിനെ സ്വതന്ത്രയാക്കുക എന്നൊരർത്ഥം കൂടി ഉണ്ട്. അവൻ ആ നിലക്ക് മറ്റൊന്നും ആണ് ഉദ്ദേശിച്ചത് എങ്കിൽ പോലും
ത്വലാഖ് എന്നുള്ള വാക്കുപയോഗിച്ചാണ് ഒരാൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഇസ്ലാമിക കോടതിയിൽ പോയാൽ അത് ത്വലാഖായിട്ട് തന്നെയാണ് പരിഗണിക്കുക. എന്നാൽ അതല്ലാത്ത വാക്കുകളാണെങ്കിൽ പറഞ്ഞ വ്യക്തിയുടെ നിയ്യത്ത് പരിഗണിക്കുന്നതാണ്. ഞാൻ നിന്നെ കാര്യം തീർത്തിരിക്കുന്നു. പൊതുവെ നാടുകളിൽ അത് ത്വലാഖിൻ്റെ വാചകമായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള മറ്റു വാചകങ്ങളാണെങ്കിൽ പറഞ്ഞ ആളുടെ നിയ്യത്ത് കൂടി പരിഗണിക്കുന്നതാണ്. അവളെ ത്വലാഖ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ അത് ത്വലാഖായി പരിഗണിക്കും. അത് പറയുന്നവനാണ് അത് മനസ്സിലാക്കേണ്ടത്. കാരണം ചിലപ്പോൾ ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ സാക്ഷികൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. നിക്കാഹ് പോലെ അല്ല ത്വലാഖ് ചൊല്ലുമ്പോൾ അത് ചിലപ്പോൾ സാക്ഷികൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ദേഷ്യത്തിൽ പറഞ്ഞാലും ശരി, അത് ഏതൊരവസ്ഥയിൽ പറഞ്ഞാലും ശരി, ത്വലാഖ് എന്നുള്ള കാര്യം പറഞ്ഞാൽ അത് ത്വലാഖായി തീരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആ നിയത്തോടു കൂടി പറഞ്ഞതാണ് എങ്കിൽ പറഞ്ഞവൻ മനസ്സിലാക്കണം അത് ത്വലാഖാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അത് അദ്ദേഹം ആമുഖമായി പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഒന്നാമത്തെ ഹദീസ് കൊടുക്കുന്നു. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു തല്ലഖ ഇംറഅതഹു വഹിയ ഹാൽ. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം തൻ്റെ ഭാര്യയെ ഹൈലിൻ്റെ ആർത്തവ സമയത്ത് ത്വലാഖ് ചെയ്യുകയുണ്ടായി. ഫദക്കറ ദാലിക ഉമറു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാര്യം ഉപ്പയായ ഉമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തി. ഫതഗയ്യള ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദേഷ്യമുണ്ടായി. സുമ്മ ഖാല, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലിയുറാജിഅഹ, അവൻ അവളെ തിരിച്ചെടുക്കട്ടെ. സുമ്മ യുംസിക്ഹ ഹത്താ തത്ഹുർ, പിന്നീട് അവൾ ശുദ്ധിയാകുന്നത് വരെ അവനോടൊപ്പം തന്നെ ഇരിക്കട്ടെ. സുമ്മ തഹീല ഫതത്ഹുർ, പിന്നീട് ഹൈദുണ്ടാവുകയും പിന്നീട് ശുദ്ധിയാവുകയും ചെയ്യട്ടെ. ഫൈൻ ബദാലഹു അൻ യുതല്ലിഖഹ ഫൽയുതല്ലിഖഹ താഹിറൻ ഖബ്ല അൻ യമസ്സഹ, ഇനി അവന് ത്വലാഖ് ചെല്ലണമെന്ന് തന്നെയാണ് തോന്നുന്നത് എങ്കിൽ അവളുടെ ശുദ്ധി കാലഘട്ടത്തിൽ അവളുമായി ബന്ധപ്പെടാതെ തന്നെ അവൻ ത്വലാഖ് ചെയ്യട്ടെ. ഫതിൽകൽ ഇദ്ദതു കമാ അമറല്ലാഹു അസ്സ വജൽ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായ ഇദ്ദ എന്നാണ്. ചില ലഫ്ദിലുള്ളത് ഹത്താ തഹീല ഹൈലതൻ മുസ്തഖ്ബല, അവൾ മറ്റൊരു ഹൈൽ ഒന്നുകൂടി ഭാവിയിൽ ഉണ്ടാകട്ടെ. സിവാ ഹൈലതിഹ അല്ലതി തല്ലഖഹ ഫീഹ, ആ ഏതൊരു ഹൈദിലാണോ ത്വലാഖ് ചെയ്തത് അതല്ല, അതിനുശേഷം ഒരു ഹൈലും കൂടി ഉണ്ടാകട്ടെ, അതിനുശേഷമാണ് ചെല്ലേണ്ടത് എന്നാണ് ഉള്ളത്. വഫീ ലഫ്ദിൻ ഫഹുബിസത് മിൻ തലാഖിഹ, അത് ഫഹുസിബത് മിൻ തലാഖിഹ, അത് ത്വലാഖായിട്ട് പരിഗണിക്കപ്പെടും. വറാജഅഹ അബ്ദുല്ലാഹ് കമാ അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തിരിച്ചെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ത്വലാഖ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു, അത് ഒരു സ്ത്രീയെ വേർപിരിയാനുള്ള കാര്യമാണത്. ഹുവ ഫിറാഖുൽ മർഅതി ബഅദ അഖ്ദി നിക്കാഹി അലൈഹ, ഒരു സ്ത്രീയെ നിക്കാഹ് കഴിച്ചതിന് ശേഷം അവൾ ഒഴിവാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അംറുഹു അലീം വശഅനുഹു ഖതീർ, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാൻ അതിൻ്റെ കാര്യം വളരെ ഗൗരവമുള്ളതാണ്, അത് അപകടം പിടിച്ച കാര്യം തന്നെയാണ്. വഖദ് തലാഅബ ബിഹി നാസുൽ യൗം, ഇന്ന് ജനങ്ങൾ ആ വിഷയത്തിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹത്ത അസ്ബഹ ത്വലാഖു ഇൻദഹും അസ്ഹല മിൻ ശർബത്തിൽ മാ, അവർക്ക് വെള്ളം കുടിക്കുന്നതിനേക്കാളും എളുപ്പമുള്ള രീതിയിൽ ത്വലാഖ് ഇന്നായിട്ടുണ്ട്. വഹാദ ഖത, ഇത് തെറ്റാണ്. അദ്ദേഹം പറയണം, വഖദ് ഖാലൽ ഉലമ, ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ത്വലാഖ തജ്രി ഫീഹി അൽ അഹ്കാമുൽ ഖംസ, ത്വലാഖിൽ ദീനുൽ ഇസ്ലാമിൻ്റെ 5 വിധികളും വരാം. ത്വലാഖിൽ ദീനുൽ ഇസ്ലാമിൻ്റെ വാജിബ്, സുന്നത്ത്, കറാഹത്ത്, ഹറാം, മുബാഹ്, ഈ പറയുന്ന 5 വിധിയും ത്വലാഖിൽ വരാം. താറത്തൻ യകൂനു മക്രൂഹൻ, ചില സമയത്ത് ത്വലാഖ് ചെയ്യൽ കറാഹത്തായിരിക്കും. വതാറത്തൻ മുഹറമൻ, ചില സമയത്ത് ത്വലാഖ് ചെയ്യൽ നിഷിദ്ധമായിരിക്കും. വതാറത്തൻ വാജിബൻ, ചില സമയത്ത് ത്വലാഖ് ചെയ്യൽ വാജിബായിരിക്കും. വതാറത്തൻ മുസ്തഹബൻ, ചിലപ്പോൾ സുന്നത്തായിരിക്കും. വതാറത്തൻ മുബാഹൻ, അനുവദനീയമാണ്, കുറ്റവുമില്ല പ്രതിഫലവുമില്ല, അങ്ങനെ ആയിരിക്കും. വൽ അസ്ലു ഫീഹി അന്നഹു മക്രൂഹ്, ത്വലാഖിന്റെ അടിസ്ഥാനപരമായ വിധി എന്ത് എന്ന് ചോദിച്ചാൽ അത് കറാഹത്താണ്. ലിഅന്ന നിക്കാഹ മിൻ അക്ബരി നിഅമി, കാരണം നിക്കാഹ് എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്താണ്. വലഹു സമറാത്ത് വൽ ഫവായിദുൽ ജലീലത്തുൽ കസീറ, അതിനൊരുപാട് ഫലങ്ങളുണ്ട്, മഹത്തരമായ നേട്ടങ്ങൾ നിക്കാഹിലുണ്ട്. ഫലയംബഗി ലിൽ ഇൻസാനി അൻ യുതല്ലിഖ ലിഅദ്നാ സബബ് ബൽ ലാ യുതല്ലിഖു ഇല്ലാ ലിഹാജ, അതുകൊണ്ട് ഒരു നിസ്സാര കാരണത്തിനു വേണ്ടിയൊന്നും നിക്കാഹിന്റെ ബന്ധത്തെ വേർപെടുത്തുന്ന ത്വലാഖ് ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യന് പാടില്ല, മറിച്ച് ആവശ്യഘട്ടങ്ങളിൽ മാത്രമേ പാടുള്ളൂ. അദ്ദേഹം പറയണം, വകസീറും മിനൽ ഹംഖ അൽ മസാകീൻ, ഒരുപാട് സാധുക്കളായ വിഡ്ഢികൾ, ഇദാ ഖദ്ദമത് ലഹു ഇംറഅതുഹു അശ്ശാ വബഹി ഖലീലും മിന സുക്കർ ഖാല ലഹാ അൻതി ത്വാലിഖ്, ഭാര്യ ഒരു ചായയും കൊണ്ടുപോകുന്നു, ചായയിൽ മധുരം കുറവായ അവൻ പറയും, ഞാൻ ത്വലാഖ് ചെയ്തിരിക്കുന്നു. അങ്ങനെ കുറേ വിഡ്ഢികൾ ഉണ്ട്.
وكثير من الناس يريد أن يأتي أهله فتقول مثلا إنها متعبة. ഒരുപാട് ആളുകൾ തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടാൻ വേണ്ടി അടുക്കലേക്ക് പോകുമ്പോൾ അവൾ ചിലപ്പോൾ പറയും, എനിക്ക് ക്ഷീണമാണ്, ഇന്നഹ മുതഅബ ഔ ലഹ ശുഗ്ൽ, അല്ലെങ്കിൽ എനിക്ക് ജോലിയുണ്ട്, ഔ ഹിയ ഹാലിൻ ലൈസത് മുസ്തഇദ്ദ, അല്ലെങ്കിൽ അവൾ അതിന് ഒരുങ്ങിയിട്ടില്ല എന്ന രൂപത്തിലൊക്കെ പറയുമ്പോൾ ഫയഗ്ളബു വയതല്ലിഖുഹ, അവൻ കോപിക്കുകയും അവളെ തലാഖ് ചെല്ലുകയും ചെയ്യുന്നു. വഹാദാ ഖത, ഇത് തെറ്റാണ്. ഇസ്ബിർ, മറിച്ച് ക്ഷമിക്കണം. ഖാല അല്ലാഹു അസ്സ വജൽ ഫൈൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ ചില വെറുപ്പുണ്ടെങ്കിലും ഫഅസ അൻ തക്റഹു ഷൈഅൻ വയജ്അൽ അല്ലാഹു ഫീഹി ഖൈറൻ കസീറ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില വെറുപ്പുണ്ടാകും, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് അതിൽ വലിയ ഖൈറുണ്ടാക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സ്ത്രീകളുടെ കാര്യത്തിൽ തന്നെ സൂറത്തുൻ നിസായിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ പ്രകൃതം പലപ്പോഴും നമുക്ക് പിടിക്കാത്തതായ പല പ്രകൃതങ്ങളും ഉണ്ടാകും. പക്ഷെ നിങ്ങളത് എന്ത് ചെയ്യണം? ആ വെറുപ്പുള്ള കാര്യം പിന്നീട് അല്ലാഹു തആല വലിയ ഖൈറാക്കി തീർക്കും, ക്ഷമിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തലാഖിന്റെ അസ്ൽ എന്താണെന്ന് ചോദിച്ചാൽ അത് കറാഹത്താണ്. അസ്ല് കറാഹത്താണ്. ഇനി ചില സമയത്ത് അത് വാജിബായി തീരും. ഏതുപോലെ? ഒരാൾ ഞാൻ തലാഖ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്തു കഴിഞ്ഞാൽ, ഞാനിതാ ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്, കമൻ ഹലഫ അൻ ലാ യഅതി അഹ്ലഹു അക്സറ മിൻ 4 അശ്ഹുർ, ഞാൻ 4 മാസത്തിൽ കൂടുതൽ ഇനി എൻ്റെ ഭാര്യയുമായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന രൂപത്തിലൊക്കെ സത്യം ചെയ്ത് പറഞ്ഞാൽ പിന്നീട് 4 മാസം കഴിയുന്നതോടുകൂടി അവന് പിന്നീട് തലാഖ് ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യേണ്ടി വരും? അത് കാരണം ആ 4 മാസം കഴിഞ്ഞാൽ ബന്ധം ഒഴിവായി എന്ന് അവൻ ആദ്യമേ പറയുന്നുണ്ട്. അപ്പം അത് കഴിയുമ്പോഴോടുകൂടി അത് തലാഖ് പിന്നെ ആയി, അത് നിർബന്ധമായി മാറുന്നതായിരിക്കും. അപ്പം ആ രൂപത്തിലുണ്ടാകും. ഇനി മുസ്തഹബായ ചില ഘട്ടങ്ങളുണ്ടാകും. ഏതുപോലെ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ഫഹുവ ഇദാ തലബത്തി സൗജതു അത്തലാഖ്, ഭാര്യ തലാഖ് ആവശ്യപ്പെടുന്നുണ്ട്, ലാക്കിൻ ബിഷർത്തിൻ അല്ലാ യകൂന തലബ ഹംഖ, പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ഒരു വിഡ്ഢിയുടെ ആവശ്യപ്പെടലല്ല. കാരണം ചില സ്ത്രീകളുണ്ട്, ചില സ്ത്രീകൾ വലിയ വിഡ്ഢികളാണ്. ഇദാ അഗ്ലബഹ الزوج في اي شيء قالت طلق, ഭർത്താവ് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അവളെ ദേഷ്യം പിടിപ്പിച്ചാൽ ഉടനെ അവൾ വായെടുത്ത് പറയും തന്നെ തൊലാക്ക് ചെയ്തുകൊള്ളൂ എന്ന് പറയും. കാരണം ചില സ്ത്രീകൾ ഭർത്താക്കന്മാരെക്കാളും ഇത്തരം കാര്യത്തിലൊക്കെ എന്ത് ചെയ്യും? വലിയ ഉഷാറുള്ള ആൾക്കാരായിരിക്കും. തുംസിക്കു ബിതലാബിഹി, അങ്ങനെ അവളുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. അതല്ലാത്ത ഘട്ടത്തിൽ അവൾ പറയാണ്, എന്ത് ചെയ്യാണ്? എന്നെ തലാക്ക് ചെയ്യണം എന്ന് സ്ത്രീ പറയാണ്. കാരണം അവൾക്ക് ഭർത്താവുമായിട്ട് ജീവിച്ചു പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അവിടെ തലാക്ക് ചെയ്യുക എന്നുള്ളത് മുസ്തഹബായിട്ടുള്ള കാര്യമാണ്. ഭർത്താവിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ സ്ത്രീക്ക് ഇവനുമായിട്ട് ഒരുമിച്ച് പോകാൻ സാധിക്കുന്നേ ഇല്ല. അങ്ങനെ ഭാര്യ പറയാണ്, നിങ്ങൾ എന്നെ തലാക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവന് മുസ്തഹബായിട്ടുള്ള കാര്യമാണ്. കാരണം അവൾക്ക് ആശ്വാസം കൊടുക്കുകയാണ്. അവൾക്ക് ആശ്വാസം കൊടുക്കണം. ഇയാൾക്ക് പ്രശ്നമില്ലെങ്കിൽ പോലും അവിടെ ഭാര്യ കാര്യമായി അവൾക്ക് ആവശ്യപ്പെടുകയാണ്, ഭാര്യയ്ക്ക് നിങ്ങളുമായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒഴിവാക്കി കൊടുക്കാൻ പറ്റും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ഫഹുന നഖൂലു ലിസ്സൗജ്, ഇവിടെ നമ്മൾ ഭർത്താവിനോട് പറയാണ്, അൽ അഫ്ളലു അൻ തുതല്ലിഖ മിൻ അജ്ലി മുറാഅത്തി ഹാലിഹ, അവളുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവളെ ത്വലാഖ് ചെയ്യുക എന്നുള്ളതാണ് നിനക്ക് അഫ്ളൽ. വമൻ തറക ശൈഅൻ ലില്ലാഹ് അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻ, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം ഉപേക്ഷിച്ചാൽ അള്ളാഹു അതിനേക്കാളും നല്ലത് പകരം നൽകും എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഒരു കാര്യമാണ്. അത് മുബാഹാകുന്ന കാര്യം അദ്ദേഹം പറയുന്നത്, ഇദാ ദഅത്തിൽ ഹാജ ഇലൈഹി വലം തത്ലുബുഹു സൗജ, ഒരാവശ്യമുണ്ട് പക്ഷേ ഭാര്യ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ഘട്ടത്തിൽ ഒരാൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കൽ അനുവദനീയമാണ്. ഒരു ആവശ്യം അവിടെ നിൽക്കുന്നുണ്ട്, ഭാര്യ അത് ആവശ്യപ്പെട്ടിട്ടില്ല, ആ സമയത്ത് ഇവനെ അത് ഒഴിവാക്കുക എന്നുള്ളത് മുബാഹായിട്ടുള്ള കാര്യമാണ്. അപ്പം അത് വാജിബായ കാര്യം പറഞ്ഞു, മുസ്തഹബായ കാര്യം പറഞ്ഞു, മുബാഹായ കാര്യം പറഞ്ഞു. ഇനി ഹറാമാകുന്ന അവസ്ഥയുണ്ട്. ഹറാമാകുന്ന അവസ്ഥ, ആ ഒരു അവസ്ഥയാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ഫഹുവ അൻ യുതല്ലിഖഹ ഫി ഹൈളിൻ, അത് ഒരു സ്ത്രീ ഹൈദിലാകുന്ന ആർത്തവ കാലഘട്ടത്തിൽ ഒരാൾ ത്വലാഖ് ചെയ്യുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. ആർത്തവ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയെ ത്വലാഖ് ചെയ്യാൻ പാടില്ല. ഔ ഫി തുഹ്രിൻ ജാമഅഹാ ഫീഹി, അതല്ലെങ്കിൽ ശുദ്ധി കാലഘട്ടത്തിൽ തന്നെയാണ്, പക്ഷേ അതിൽ അവളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവിടെയും എന്ത് ചെയ്യാൻ പാടില്ല? ത്വലാഖ് ചെയ്യാൻ പാടില്ല. അത് ബന്ധപ്പെടാത്ത ശുദ്ധി കാലഘട്ടത്തിൽ മാത്രമേ ഒരാൾക്ക് തലാഖ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ അതെങ്ങനെയുള്ള സ്ത്രീയാണ്? വഹിയ മിമ്മൻ തഹീദ് വ തഹ്മിൽ, ഹൈദുള്ള സ്ത്രീ ആയിരിക്കണം. കാരണം ചില സ്ത്രീകൾക്ക് ഹൈദ് ഇല്ലാത്ത സ്ത്രീകളുണ്ടാകും. ഒരു പ്രായം കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈദ് ഉണ്ടാവുകയില്ല. അതല്ലെങ്കിൽ ഗർഭപാത്രപരമായ വല്ല പ്രശ്നങ്ങളുള്ള സ്ത്രീകളെങ്കിൽ ഹൈദ് ഉണ്ടാവുകയില്ല. അവരുടെ കാര്യമല്ല, അവർക്ക് പിന്നെ ഹൈദ് ഉണ്ടാവുകയില്ല.
അതല്ലാത്ത ആളുകളാണ് എങ്കിൽ, സാധാരണ ഹൈദ് കൃത്യമായി വരുന്ന ആളുകളാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഹൈദിൽ അവളെ തലാക്ക് ചെയ്യൽ നിഷിദ്ധമാണ്. അതുപോലെ തുഹറിന്റെ കാലഘട്ടത്തിൽ അവളുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് തലാക്ക് ചെയ്യുന്നത് എങ്കിൽ അതും നിഷിദ്ധമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, വലിഹാദ യജിബു അലൽ ഇൻസാനി ഇദാ അറാദ തലാഖ അൻ യതറവ്വ വയതഅന്ന വയതഅമ്മൽ. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തലാക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്ക് ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയൊക്കെ വേണം. സുമ്മ യസ്അലുൽ ഉലമാ ഖബ്ല അൻ യുതല്ലിഖ്. പിന്നീട് തലാക്ക് ചെയ്യുന്നതിന് മുമ്പ് പണ്ഡിതന്മാരോട് ചോദിക്കണം, അല്ല തോന്നിയതുപോലെ ചെയ്യാൻ പാടില്ല. കാരണം ഫകം മിൻ ഇൻസാനിൻ തല്ലഖ അലാ ഗൈരിൽ വജ്ഹിൽ മശ്റൂ. കാരണം എത്ര ആളുകൾ ശരിയായ രൂപത്തിലല്ലാതെ തലാക്ക് ചെയ്യുന്നുണ്ട്. ഫനദിമ നദാമതൻ അളീമതൻ വതഹസ്സർ. പിന്നീട് അവർക്ക് വലിയ സങ്കടം ആ വിഷയത്തിലുണ്ട്. വദഹബ യസ്അലുൽ ഉലമാ മിൻ കുല്ലി വജ്ഹ്. പിന്നെ അതിനുശേഷം പണ്ഡിതന്മാരുടെ ശരിയായിട്ടുണ്ടോ, തലാക്ക് ആയിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ പറഞ്ഞതാണ്, അങ്ങനെ പല നിലക്കും പണ്ഡിതന്മാരോട് ചോദിക്കും. വലാകിൻ അന്നാ ലഹു ദാലിക്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിശ്ചയിച്ചത്. അപ്പോൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച് ചിന്തിച്ച് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമല്ല എന്ന് മനസ്സിലാക്കി തരുന്ന കാര്യമാണത്. സ്ത്രീക്ക് ഒന്നിച്ച് തുഹറുണ്ടാവും, ഹൈലുണ്ടാവും. ഹൈദിന്റെ സമയത്ത് പാടില്ല. ഇനി തുഹറിന്റെ സമയത്ത് തന്നെ അവളുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണെങ്കിൽ അത് പാടില്ല. ആ കാലം കഴിഞ്ഞ് പിന്നെ ഹൈദ് കഴിഞ്ഞ് പിന്നെ അടുത്ത ശുദ്ധി കാലഘട്ടം വരണം. അങ്ങനെ അല്ലാതെ തലാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അത്രയും നേരം അവന് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. അതല്ലാതെ പെട്ടെന്നൊരു ദേഷ്യപ്പുറത്ത് ചെയ്യേണ്ടതോ പെട്ടെന്നുള്ളൊരു തീരുമാനത്തിന്റെ പുറത്ത് ചെയ്യേണ്ടതോ കാര്യമല്ല. മറിച്ച് അതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള കാര്യം വേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. കദാലിക ബഅദുൻ നാസ് അൽയൗം യതഹാവനു ബിത്തലാഖ്. അതുപോലെ ചില ആളുകൾ തലാഖിന്റെ കാര്യത്തിൽ വളരെ അലംഭാവം കാണിക്കുന്നുണ്ട്. ഫയബുത്തു തലാഖഹു. അങ്ങനെ തലാഖ് പൂർണ്ണമായി തീർക്കുന്ന ഒരവസ്ഥ. യഖൂലു അൻതി താലിഖ് അൻതി താലിഖ് അൻതി താലിഖ്. നിന്നെ തലാഖ് ചെയ്തിരിക്കുന്നു എന്ന് 3 പ്രാവശ്യം പറയുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ പറയുക. അത് സുന്നത്തിനെതിരാണ്. വസ്സുന്നത്തു അല്ലാ യുസല്ലിഖ ഇല്ലാ മർറതൻ വാഹിദ ഫഖത്ത്. സുന്നത്ത് എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം, ഒരു നേരത്ത് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ തലാഖ് ചെയ്യാൻ പാടുള്ളൂ. മറ്റേത് സുന്നത്തിനെതിരാണ്. 3 കൂടി ഒരുമിച്ച് ചെയ്യുക, മുത്തലാഖ് ചെയ്യുക എന്ന് പറയുന്നത് അത് സുന്നത്തിനെതിരാണ്. അതിന് സംഭവിക്കുമോ ഇല്ല, ഇൻഷാ അല്ലാഹ് അതിന് ചർച്ച വരുന്നുണ്ട്. അതല്ല എങ്കിൽ അത് സുന്നത്തിനെതിരാണ്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വലിഹാദ ലമ്മാ തല്ലഖ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ സൗജതഹു വഹിയ ഹായിദ് അഖ്ബറ ഉമർ ബിദാലിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്തമിലു അന്നഹു അഖ്ബറഹു ഇസ്തിഫ്താഅൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഹറാമായ ഒരു അവസ്ഥയോടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തന്റെ ഭാര്യയെ ഹൈലിന്റെ അവസ്ഥയിൽ തലാക്ക് ചെയ്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിഷയത്തിന്റെ ഫത്വ ചോദിക്കുന്നതിന് വേണ്ടി, കൃത്യമായി അറിയുന്നതിന് വേണ്ടി പോയി കാര്യം പറഞ്ഞത്. മകനിതാ ഭാര്യയെ ഹൈലിന്റെ അവസ്ഥയിൽ ചോദിച്ച് തലാക്ക് ചെയ്തിട്ടുണ്ട്. ലിയനഹു അഷ്കല അലൈഹി. കാരണം അദ്ദേഹത്തിന് അതിലെന്ത് ചെയ്തിട്ടുണ്ട്, അത് ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അത് ചോദിക്കാനുണ്ടായിട്ടുള്ളത്. അങ്ങനെ ഫതഗയ്യള ഫിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഗളിബ്. ഭാര്യ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല ദേഷ്യമുണ്ടായി. കാരണം കൈഫ യുതല്ലിഖു ലിഗൈരി ഇദ്ദ. കാരണം ഇദ്ദ തുടങ്ങേണ്ട കാലഘട്ടമല്ല. ഇദ്ദ കാലഘട്ടം എന്ന് പറയുന്നത് അത് തുഹറിന്റെ ശുദ്ധിയുള്ള കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തു, അതിൽ നല്ല ദേഷ്യമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്, യാ അയ്യുഹൻ നബിയ്യു ഇദാ തല്ലഖ്തുമുൻ നിസാ. ഓ നബിയെ, താങ്കൾ സ്ത്രീകളെ തലാഖ് ചെയ്യുകയാണെങ്കിൽ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന. അവിടെ ഇദ്ദ കാലഘട്ടത്തിലാണ്. അഥവാ ഇദ്ദ കാലഘട്ടത്തിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഹൈലിൻ്റെതല്ലാത്ത തുഹറിന്റെ ശുദ്ധിയുള്ള കാലഘട്ടം. അതല്ലെങ്കിൽ ഒരു ഗർഭിണിയാണെങ്കിൽ ആ ഗർഭകാലഘട്ടത്തിലും തലാഖ് ചെയ്യാം. ഇതാണ് അനുവദിക്കപ്പെട്ട രണ്ടവസരം. ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന എന്ന് പറഞ്ഞാൽ ഈ രണ്ടവസരം. ഒന്ന് ശുദ്ധിയുള്ള അവളുമായി ബന്ധപ്പെടാത്ത കാലഘട്ടം, അതല്ലെങ്കിൽ അവൾ ഗർഭിണിയായിരുന്ന കാലഘട്ടം, അവിടെ അനുവദനീയമാണ്. അതാണ് ചെയ്യേണ്ടത്. വഅഹ്സുൽ ഇദ്ദ. എന്നിട്ട് അതിനുശേഷമാണ് ഇദ്ദ പരിഗണിക്കേണ്ടത്. വത്തഖുല്ലാഹ റബ്ബക്കും. നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥയും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അത്. ഇനി അദ്ദേഹം പറയാണ്, ഫൈൻ തല്ലഖ ഹാമിലൻ ഫത്തലാഖു നാഫിദുൻ വജായിസ്. മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഒരു സ്ത്രീയെ ഹാമിലായിട്ടുള്ള ഗർഭിണിയായിട്ടുള്ള സമയത്താണ് തലാഖ് ചെയ്യുന്നത് എങ്കിൽ ആ തലാഖ് നാഫിദാണ്, അത് എക്സിക്യൂട്ടബിൾ ആണ്, അത് സംഭവിക്കും, അത് അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് നടക്കും. ലിഅന്നഹാ ബിമുജറദി തലാഖിഹാ തബ്ദഉൽ ഇദ്ദ ഇലാ വദ്ഇൽ ഹംലി ളാഹിറൻ മിൻ ഗൈരി ജിമാ. ഇനി അവളെ ആ ഹാമിലായിട്ടുള്ള ഗർഭിണിയായിട്ടുള്ള അവസ്ഥയിലാണ് തലാഖ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവളുടെ ഇദ്ദ അപ്പോൾ ആരംഭിക്കും. എപ്പോഴാണ് അവൾ പ്രസവിക്കുന്നത്, ആ പ്രസവിക്കുന്ന സമയത്തായിരിക്കും അവളുടെ ഇദ്ദ അവസാനിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതാണ് വേണ്ടത്. കാരണം ആ സമയത്ത് അവർക്ക് ഹൈദില്ല, തുഹറിന്റെ കാലഘട്ടം തന്നെയാണ്. അപ്പം ആ സമയത്ത്
അവൻ എന്ത് ചെയ്യാം, അവളെ ത്വലാഖ് ചെയ്യുകയാണ് എങ്കിൽ അത് എന്ത് ചെയ്യാം, അത് അവൻ ത്വലാഖ് ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. മിൻ ഗൈരി ജിമ, അവളുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത അവസ്ഥയിലായിരിക്കണം. അങ്ങനെയാണ് വേണ്ടത്. ഒരു സ്ത്രീക്ക് ഗർഭമുണ്ട്, അവന് ആ കാലയളവിൽ അവനുമായി ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ അവന് അവളെ ത്വലാഖ് ചെയ്തു കഴിഞ്ഞാൽ ആ ത്വലാഖ് അത് ശരിയാകുന്നതാണ് എന്നാണ്. ഫൈൻ തല്ലഖഹ ഫീ തുഹ്റിൻ ഖദ് ജാമഅഹ ഫീഹി ഫഇന്നഹു ഹറാം. നേരത്തെ പറഞ്ഞതാണ്, തുഹറിന്റെ കാലഘട്ടത്തിൽ തന്നെ അവളുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ത്വലാഖ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഹറാമാണ്. കാരണം ലിഅന്നഹു ഇദാ ജാമഅ സുമ്മ തല്ലഖ ലാ നദരി ഫലഅല്ലഹ ഹമലത് മിൻ ഹാദൽ ജിമാ. കാരണം അവളെ ബന്ധപ്പെട്ട ശുദ്ധിയുള്ള കാലഘട്ടത്തിലാണ് നീ ത്വലാഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതിൽ ഗർഭണം ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ നിനക്കറിയുകയില്ല. അതുകൊണ്ട് അത് പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതിന്റെ ഖുലാസ ഫത്വല്ലിഖുഹുന്ന ലിഇദ്ദതിഹിന്ന, അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്, അവൾ ത്വലാഖ് ചെയ്യേണ്ടത് ഇദ്ദതിഹിന്ന ഐ ത്വല്ലിഖുഹുന്ന താഹിറാത്തിൻ മിൻ ഗൈരി ജിമാ, അവളെ ത്വലാഖ് ചെയ്യേണ്ടത് ശുദ്ധിയുള്ള ബന്ധപ്പെടാത്ത കാലഘട്ടത്തിൽ, ഔ ത്വല്ലിഖുഹുന്ന ഹവാമിൽ, അതല്ലെങ്കിൽ ഗർഭിണിയാകുന്ന അവസ്ഥയിൽ മാത്രമേ ത്വലാഖ് ചെയ്യാൻ പാടുള്ളൂ. ഫഇൻ തല്ലഖഹ ഫീ ഹൈദിൻ ഫഹുവ ഹറാം, ഹൈദിന്റെ അവസ്ഥയിലാണ് ത്വലാഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണ് എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദേഷ്യപ്പെടാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന ഒരു കാര്യമാണ് സഹാബിയിൽ നിന്ന് സംഭവിച്ചത് എന്നാണ്. അല്ലാഹു തആല പറഞ്ഞു, വതിൽക ഹുദൂദുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ പരിധിയാണ്. ഹൈദിന്റെ അവസ്ഥയിൽ ത്വലാഖ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അല്ലാഹുവിന്റെ പരിധിയാണ്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് വലമ നഫ്സഹ, ആരാണ് അല്ലാഹുവിന്റെ പരിധി ലംഘിക്കുന്നത് അവൻ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം അറിയിച്ചപ്പോൾ അവിടുന്ന് ദേഷ്യമുണ്ടായി. അവിടുന്ന് ഉടനെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചെടുക്കാൻ വേണ്ടി ഉമർ അള്ളാഹുവിനെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയാൻ, ഫഇദാ ജാഅ റജുലുൻ യുരീദു അൻ യുതല്ലിഖ്, അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി വന്ന് നമ്മളോട് ചോദിക്കുകയാണ് ഞാൻ നാളെ തലാഖ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ, ഫൽ വാജിബു അൻ നസ്അലു, നമ്മൾ ഉടനെ തന്നെ അവനോട് നിർബന്ധമായി ചോദിക്കണം, ഹൽ ഇംറഅതുക ഹാമിൽ, നിന്റെ ഭാര്യ ഹാമിലാണോ, ഗർഭിണിയാണോ? ഫഇദാ ഖാല നഅം, അതേ എന്ന് പറഞ്ഞാൽ ഫഇന്നനാ നുറഖിസു ലഹു ബിലിസാനിൻ ത്വലീഖ്, അവനെന്ത് ചെയ്യാം, നമുക്ക് അളവ് കൊടുക്കാം, ശരി നിനക്ക് തലാഖ് ചെയ്യാൻ പറ്റും. കാരണം ലിഅന്നഹു യജൂസു അൻ യുതല്ലിഖ വഹി ഹാമിൽ, കാരണം ഗർഭിണിയാകുന്ന അവസ്ഥയിൽ തലാഖ് ചെയ്യുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യം എന്ത് ചെയ്യണം, കൃത്യമായി മനസ്സിലാക്കണം. ഇനി വലൗ ജാഅന റജുലുൻ ആഖർ, മറ്റൊരു ആൾ നമ്മുടെ അടുക്കൽ വന്നു, യുരീദു അൻ യുതല്ലിഖ സൗജതഹു ഖുൽനാ മാ ഹാലുഹാ, അവന്റെ ഭാര്യയെ തലാഖ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കണം എന്താണ് അവളുടെ അവസ്ഥ. ഫഖാല ഹിയ ഹായിൽ, അവൾ ഹൈലുണ്ട് എന്ന് പറഞ്ഞാൽ ലാ നുറഖിസു ലഹു അബദ, അവനൊരിക്കലും തന്നെ തലാഖ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുകയില്ല. കാരണം ഇതെന്ത് ചെയ്യുന്നു, ഇത് ഹറാമായ തലാഖാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരാൾ പറയാണ്, വലൗ ജാഅ റജുലുൻ സാലിസ്, മൂന്നാമത്തെ ഒരാൾ വന്നു, അയാൾ പറയാണ്, ഉക്തുബു തലാഖ് ഇംറഅതി, ഞാനിത് എൻ്റെ സ്ത്രീയെ തലാഖ് ചെയ്തതായി നിങ്ങൾ എഴുതുക എന്ന് കോടതിയിൽ വന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാണ്, അവനോട് ചോദിക്കണം മഹാലുഹ, അവളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അവൾ പറഞ്ഞു താഹിറാണ്, ശുദ്ധി കാലഘട്ടത്തിലാണ്. അപ്പോൾ ചോദിക്കണം, ഹൽ ജാമഅതഹ ബഅദ ഹൈലിഹ, അവളുടെ ഹൈദിന് ശേഷം ഈ ശുദ്ധി കാലഘട്ടത്തിൽ അവളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? നഅം, അതേ എന്ന് പറഞ്ഞാൽ ഫലാ നുറഖിസു ലഹു ജസ്മ, ഒരിക്കലും തന്നെ അവൾക്ക് തലാഖ് ചെയ്യാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഇനി നാലാമത്തെ ഒരാൾ വരുന്നു, അയാൾ പറയാണ്, ഇന്നഹു യുരീദു അൻ യുതല്ലിഖ സൗജതഹു, ഭാര്യയെ തലാഖ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ ചോദിക്കുന്ന അവസ്ഥ താഹിറാണ്, അവസ്ഥയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെയും അളവ് നൽകുന്നു. അപ്പോൾ അളവ് നൽകുന്ന രണ്ട് ഘട്ടങ്ങളേ ഉള്ളൂ. ഒന്ന് അവൾ ഗർഭിണിയാകുന്ന അവസ്ഥയിൽ, രണ്ടാമത്തേത് അവളെ ശുദ്ധി കാലഘട്ടത്തിൽ അവളുമായി ബന്ധപ്പെടാത്ത അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായി ചോദിച്ചതിന് ശേഷം മാത്രമേ ആ വിഷയത്തിൽ തലാഖ് ചെയ്യാൻ അനുവാദമുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കണം. അതല്ല എങ്കിൽ അത് നിഷിദ്ധമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ തിരിച്ചെടുക്കാനാണ് പറയുന്നത്, ഇബ്നു ഉമർ റളിയല്ലാഹു തിരിച്ചെടുക്കാനാണ് പറയുന്നത്. ഇനി ഈ സമയത്തുള്ള തലാഖ് അത് തലാഖായി പരിഗണിക്കുമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ഹൈദുള്ള അവസ്ഥയിലുള്ള തലാഖ്, അതല്ലെങ്കിൽ ശുദ്ധി കാലഘട്ടത്തിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള തലാഖായി പരിഗണിക്കുമോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയാണ്, ഫീഹ ഖൗലാനി ലിൽ ഉലമ, പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. അൽ ഖൗലുൽ അവ്വൽ അന്ന തലാഖ ഫിൽ ഹൈദി ഔ ഫി തുഹ്റിൻ ഖദ് ജാമഅഹ ഫീഹി വാഖിഉൻ വമഹ്സൂബുൻ അല സൗജ്, ഈ കാലഘട്ടത്തിൽ തലാഖ് ചെയ്താലും അതിനെ തലാഖുൻ ബിദ്ഈ എന്നാണ് പറയുക. ഈ കാലഘട്ടത്തിൽ തലാഖ് ചെയ്താലും അത് സംഭവിക്കുന്നതാണ്, അത് ഭർത്താവിന്റെ ഒരു തലാഖായിട്ട് അവിടെ പരിഗണിക്കപ്പെടും. കാരണം ചില ഹദീസിൽ ഇങ്ങനെ ഫഹുസിബത് മിൻ തലാഖിഹ, അവിടെ തലാഖ് കണക്കാക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അഭിപ്രായമാണ് 4 മദ്ഹബിന്റെ ഇമാമുകൾക്കും ഉള്ളത്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ
അഭിപ്രായം പറയുന്ന ആളുകളൊക്കെ ഇത് നിഷിദ്ധമാണെന്ന് പറയുന്നവർ തന്നെയാണ്. പക്ഷേ തൊലാഖായിട്ട് അത് പരിഗണിക്കും. വേണം തിരിച്ചെടുക്കാം, കാരണം ഒന്നാമത്തെ തൊലാഖാണെങ്കിൽ തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത് തൊലാഖായിട്ട് തന്നെ പരിഗണിക്കുന്നതാണ് എന്നാണ്. രണ്ടാമത്തെ അഭിപ്രായം അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള പല പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുള്ള അഭിപ്രായമാണ്. ഈ ഘട്ടത്തിലുള്ള തൊലാഖ് അത് എന്ത് ചെയ്യുകയില്ല, അത് സംഭവിക്കുകയില്ല എന്നാണ് പറയുന്നത്. ആ തൊലാഖ് തൊലാഖായിട്ട് പരിഗണിക്കുകയില്ല. ഹൈദിൽ തൊലാഖ് ചെയ്താൽ തൊലാഖാവുകയില്ല. അതുപോലെ തന്നെ ശുദ്ധിയുള്ള കാലഘട്ടത്തിൽ അവളുമായി ബന്ധപ്പെട്ടതിന് ശേഷം തൊലാഖ് പറഞ്ഞാൽ അത് തൊലാഖായി പരിഗണിക്കുകയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വലാ ശക്ക അന്നമാ ദഹബ ഇലൈഹി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഖവി. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ ഈ രണ്ടാമത്തെ അഭിപ്രായമാണ് ശക്തമായത്. പക്ഷേ ലാകിന്നനാ ലാ യംബഗി അൻ നഫ്തഹൽ ബാബ ലിന്നാസി ഹത്താ യൽജു മിൻഹു ബിദൂനി ബാബ്. ഇതൊരിക്കലും തന്നെ ജനങ്ങൾക്ക് നമ്മൾ തുറന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആളുകൾ പിന്നീട് ഇത് ശ്രദ്ധിക്കാതെ ഈ തൊലാഖ് ചെയ്യും. കാരണം ഈ ഘട്ടത്തിലാണ് തൊലാഖ് സംഭവിക്കുകയില്ലല്ലോ. അപ്പം ആ രൂപത്തിൽ തൊലാഖിന്റെ വാചകങ്ങൾ പറയുന്നത് ആളുകൾ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മളത് ആളുകളോട് പറയുന്നില്ല. അപ്പോൾ നാദിറായിട്ട് വല്ലപ്പോഴും അങ്ങനെ എപ്പോഴും തൊലാഖിന്റെ വാചകം പറയുന്നതോ അങ്ങനെയൊന്നും സംഭവിക്കാത്ത ആൾക്കാരാണെങ്കിൽ, അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതല്ല എങ്കിൽ ഇത് തൊലാഖായി പരിഗണിക്കപ്പെടും എന്നുള്ള ബഹുഭൂരിപക്ഷത്തിന്റെ ആ കൗല് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിസ്സാരമായിട്ട് എന്ത് ചെയ്യും, ആളുകൾ അതുമായി കളിക്കും. അത് അതിന്റെ വിഷയത്തിൽ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഈ തൊലാഖിന്റെ വിഷയത്തിൽ 3 തൊലാഖുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആദ്യത്തെ 2 വർഷത്തിലുമൊക്കെ 3 തൊലാഖ് ഒരാൾ ഒരുമിച്ച് പറഞ്ഞാൽ അത് 1 തൊലാഖായിട്ട് മാത്രമേ പരിഗണിച്ചിരുന്നുള്ളൂ. ജനങ്ങൾ ഇങ്ങനെ ഈ വിഷയത്തിൽ വളരെ അലംഭാവം കാണിച്ചു തുടങ്ങിയപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അങ്ങനെ 3 തൊലാഖ് ചൊല്ലിയാൽ അത് 3ആയി പരിഗണിക്കുകയും ഭാര്യ എന്നേക്കുമായി നഷ്ടപ്പെടുകയും ചെയ്യും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സഹീഹ് മുസ്ലിമിൽ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അത് പറയുന്നുണ്ട്. കാന ത്വലാഖു സലാസ ഫി അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫി അഹ്ദി അബീ ബക്രിൻ വസനതൈൻ മിൻ ഖിലാഫത്തി ഉമർ വാഹിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലും അബൂബക്കറിന്റെ കാലഘട്ടത്തിലും ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ ആദ്യ 2 വർഷവും 3 ത്വലാഖ് അത് ഒന്നായിട്ടാണ് പരിഗണിച്ചത്. ഫലമ്മാ തതായ അന്നാസു ഫി, ജനങ്ങൾ ആ വിഷയത്തിൽ അലംഭാവം അതിൽ അതിരികവിഷയം മറ്റുമൊക്കെ കാണിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് 3ആയി അത് പരിഗണിക്കാൻ പറയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഇത് നമ്മൾ ഈ ഗൗരവത്തിൽ തന്നെ കാണണം. ഇത് വല്ലപ്പോഴും അങ്ങനെ സംഭവിച്ചു പോയ ഒരാളുടെ അവസ്ഥയിലാണെങ്കിൽ നമുക്ക് അയാളോട് എന്ത് ചെയ്യാം, അത് പറഞ്ഞു കൊടുക്കാം. അതല്ലാതെ തലാഖിന്റെ വിഷയത്തിൽ വളരെ നിസ്സാരമായി കളിക്കുന്ന ആളുകളെ അതിന്റെ ഗൗരവത്തിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് അത് സംഭവിക്കും എന്നുള്ള കാര്യം തന്നെ അവരോട് പറയുക എന്നുള്ളതാണ് നല്ലത് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. ഈ ഹദീസിൽ നിന്നുള്ള ഫായിദ, അൽ ഫായിദത്തുൽ ഊല ഗളബുൽ ആലിമി ഫി ഇന്തിഹാകി ഹുറുമാത്തില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പവിത്രമായ കാര്യങ്ങൾ അതിനെ കളങ്കപ്പെടുത്തുമ്പോൾ പണ്ഡിതന്മാർക്ക് ദേഷ്യമുണ്ടാകും. അതിന്റെ ദലീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സംഭവിച്ച ഈ കാര്യം കേട്ടപ്പോൾ ദേഷ്യമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആ ദേഷ്യം ദീനിന് വേണ്ടിയിട്ടുള്ള ദേഷ്യമാണ്. ദീനിന് വേണ്ടിയിട്ടുള്ള അത്തരം ദേഷ്യങ്ങൾ അത് അനുവദനീയമായ കാര്യമാണ്. ചെയ്ത കാര്യത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഫായിദ ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, അവിടുന്ന് ഒരിക്കലും തന്നെ സ്വന്തം കാര്യത്തിന് ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കുകയോ സ്വന്തത്തെ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴൊന്നും അവിടുന്ന് ഒരു പ്രതികാരമോ അതിനോട് ദേഷ്യം പിടിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിന്റെ പവിത്രമായ കാര്യങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവിടുന്ന് ദേഷ്യം പിടിക്കുന്നത് കാണാൻ സാധിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വഭാവം അവൻ ക്രമീകരിക്കേണ്ട അങ്ങനെയാണ്. അവനെക്കുറിച്ച് ആളുകൾ പരിഹസിക്കുന്നതോ അവനെ ആക്ഷേപിക്കുന്നതോ ഒരിക്കലും തന്നെ അവൻ എന്ത് ചെയ്യാൻ പാടില്ല, അതവനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അത് അവൻ സഹിക്കണം. ദീനുള്ള ആളുകളെ പരിഹസിക്കും, ദീനുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാകും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സുന്നത്തിൽപ്പെട്ട കാര്യമാണ്, അവന്റെ ചര്യയിൽപ്പെട്ട കാര്യമാണ്. അത് ക്ഷമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ. ഈ കാലഘട്ടത്തിൽ വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യമാണ്. വല തസ്മഉന്ന, തീർച്ചയായും നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. ആരുടെ നിന്നൊക്കെ കേൾക്കും? മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് വേദം കിട്ടിയ 2 ആൾക്കാർ. ജൂതന്മാർ നിങ്ങളെ പ്രയാസപ്പെടുത്തും, നിങ്ങൾ കളിയാക്കും. നസ്രാണികൾ നിങ്ങളെ പ്രയാസപ്പെടുത്തും, നിങ്ങൾ ഉപദ്രവിക്കും. വമിനല്ലദീന അശ്റകൂ, അതുപോലെ തന്നെ ബഹുദൈവാരാധകരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ, പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അദൻ കസീറ, ഒരുപാട് ഉപദ്രവങ്ങൾ അവരുടെ ഭാഗത്ത് നിങ്ങൾക്ക്
കിട്ടും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാൻ 186 ആയത്തിൽ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിൽ അവർ ഇങ്ങനെ സംഘം ഈ ടീം അങ്ങനെയാക്കി ഇങ്ങനെയാക്കി, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. മുഅ്മിനീങ്ങളുടെ പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വൈൻ തസ്ബിറു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ തഖ്വ പാലിച്ചുകൊണ്ട് നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹലാൽ ഹറാമുകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഗൗരവമുള്ള അസ്മിൽ ഉമൂറിൽപ്പെട്ട ദൃഢനിശ്ചയത്തിൽപ്പെട്ട കാര്യത്തിൽപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇത് ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇത്തരം പ്രയാസങ്ങൾ നിങ്ങൾ സഹിക്കണം. നിങ്ങൾ അതിന്റെ പേരിൽ ആളുകൾ ആക്ഷേപിച്ചാൽ അത് ക്ഷമിക്കണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ പരിഹസിക്കുക, അതല്ലെങ്കിൽ അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ആളുകൾ കളിക്കുക, ഇത് കാണുന്ന സമയത്ത് നമുക്ക് അതിനോടുണ്ടാവുന്ന ദേഷ്യം അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്നാണ്. മൂന്നാമത്തെ ഫായിദ ജവാസു തൗക്കീൽ ഫിൽ ഇൽമി ഇബ്ലാഗൻ ഔ സുആല, ഇൽമ് ചോദിക്കാൻ ഒരാളെ ഏൽപ്പിക്കുക, അതുപോലെ തന്നെ ഇൽമ് എത്തിക്കാൻ ഒരാളെ ഏൽപ്പിക്കുക, ഇത് അനുവദനീയമായ കാര്യമാണ്. ഇവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം ആരാണ് എത്തിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ടാണ് എത്തിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെയും ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ധാരാളം മസിയുള്ള ആളാണ് എന്നാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ലൈംഗികമായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന ദ്രാവകമാണ് മസി. അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട്, കുൻതു റജുലൻ മസ്ദാഅൻ, എനിക്ക് ഒരുപാട് മസി ഉണ്ടാകുന്ന ഒരാളാണ്. ഫഅമർതുൽ മിഖ്ദാദ് ബിൻ അൽ അസ്വദ് അൻ യസ്അല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ മിഖ്ദാദ് ബിൻ അസ്വദിനെ ഞാൻ എന്ത് ചെയ്തു, ഈ വിഷയം എന്താണ് അത്തരത്തിലുള്ള ആൾക്കാർ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്റെ ലൈംഗികാവയം കഴുകിക്കളയാനും വുളു എടുക്കാനും ഒക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇൽമ ചോദിച്ചുകൊണ്ട് മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നുള്ള തെറ്റായ കാര്യമല്ല. അതുപോലെ തന്നെ ഒരാളെ അറിയിക്കുക, ഇൽമ അറിയിക്കാനും ഒക്കെ മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നുള്ളത് തെറ്റായ കാര്യമല്ല എന്നാണ് പറയുന്നത്. എന്നോട് മറ്റൊരു ചോദ്യം ഇതിൽ, ലൗകാനൽ ഇൻസാനു ഇംറഅ ലാ തഹീദ്, ഒരാളുടെ ഭാര്യ അവൾക്ക് ഹൈദില്ല, ഫഹൽ യജൂസ് അൻ യുതല്ലിഖഹാ ബഅദ അൻ വത്തിഅഹ, അപ്പോൾ അവളെ ബന്ധപ്പെട്ടതിന് ശേഷം അവളെ തലാഖ് ചെയ്യുക എന്നുള്ളത് അനുവദനീയമാണോ എന്നാണ്. അപ്പോൾ തൊഹൂറിലാണുള്ളത്, ശുദ്ധി കാലഘട്ടത്തിലാണുള്ളത്, ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹൈദില്ലാത്തൊരു സ്ത്രീയാണ്, എപ്പോഴും ശുദ്ധി കാലഘട്ടം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള സ്ത്രീയെ തലാഖ് ചെയ്യാൻ പറ്റുമോ? നഅം യജൂസ്, അവരെ തലാഖ് ചെയ്യാം. കാരണം അവർക്ക് ഇനി ശുദ്ധി കാലഘട്ടം പ്രത്യേകം വരാനില്ല, എപ്പോഴും ശുദ്ധി കാലഘട്ടമാണ്. അതല്ല എങ്കിൽ ഒരു ഹൈദ് കഴിഞ്ഞ അടുത്ത ശുദ്ധി കാലഘട്ടം വരെ കാത്തിക്കണം. ലിഅന്നൽ മർഅത അല്ലതി ലാ തഹീദു ഇദ്ദതുഹാ ബിൽ അശ്ഹുർ ലാ ബിൽ ഹൈദ്, കാരണം ഇത്തരം ഹൈദ് ഇല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഇദ്ദ ഹൈദുമായി ബന്ധപ്പെട്ടിട്ടല്ല അവളുടെ ഇദ്ദ, മറിച്ച് അവളുടെ ഇദ്ദ മാസങ്ങളുമായി, 3 മാസം അവൾ ഇദ്ദ ഇരിക്കുക എന്നുള്ളതാണ് അത്തരക്കാർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അവരങ്ങനെ കാത്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി ഫയസ്തസ്ന മിൻ ഖൗലിഹി ഫീ തുഹ്രിൻ ലം യുജാമിഅഹാ ഫീഹി മൻ ലാ തഹീദ്, അതുകൊണ്ട് തന്നെ ഫീ തുഹ്രിൻ മൻ ലം യുജാമിഅഹാ ഫീ, തലാഖ് ചെയ്യേണ്ടത് ശുദ്ധി കാലഘട്ടത്തിൽ, തുഹറുള്ള ശുദ്ധി കാലഘട്ടത്തിൽ ബന്ധപ്പെടാതെയാണ് എന്ന് പറയുന്നതിൽ ഈ ഹൈദില്ലാത്ത സ്ത്രീകൾ അതിന് ഒഴിവാണ് എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ഹൈദില്ലാത്തതുകൊണ്ട് അവരെ അപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഹൈൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ പറയണം ഇംറഅത്തുൻ ശാബ ഇസ്തുസില റഹിമുഹാ ലിമർദിൻ കാന ഫീ, അതുപോലെ തന്നെ ഒരു സ്ത്രീ അവളുടെ ഗർഭപാത്രം നീക്കം ചെയ്യുകയോ മറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും കാരണത്താൽ അവൾക്ക് ഹൈദ് ഉണ്ടാവുകയില്ല എങ്കിൽ ഫൈദാ തുല്ലിഖത് വഖദ് ജാമഅഹാ സൗജുഹാ ഫത്തലാഖു ജായിസ്, ഭർത്താവ് ബന്ധപ്പെട്ടതിന് ശേഷം അവിടെ തലാഖ് ചെയ്താൽ ആ തലാഖ് ജായിസാണ്. കാരണം അവളുടെ ലിഅന്ന ഇദ്ദതഹാ ബിൽ അശ്ഹുരി സലാസത്തു അശ്ഹുർ, അവർക്ക് പിന്നീട് ഹൈദിന്റെ കാലഘട്ടം വെച്ചിട്ടല്ല ഇദ്ദയിരിക്കേണ്ടത്. ഹൈദില്ലാത്ത സ്ത്രീകൾക്ക് 3 മാസം തുടർച്ചയായിട്ട് തലാഖ് ചെയ്തു കഴിഞ്ഞാൽ 3 മാസം തുടർച്ചയായിട്ട് അറബി മാസത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതാണ് അവരുടെ തലാഖ്. അതുകൊണ്ട് അതേപോലെ തന്നെ മിസാലിന് അഖ്റജുന ഇൻദഹു സൗജത്തുൻ കബീറത്തുൻ ഫിസ്സിൻ, വേറൊരാൾക്ക് നല്ല പ്രായമുള്ള ഒരു ഭാര്യയുണ്ട്, ഖദ് യഇസത് മിനൽ മഹീദി വജഫ റഹിമുഹ, അവരുടെ ഗർഭപാത്രം ഉണങ്ങിയിട്ടുണ്ട്, അവർക്ക് ഹൈദില്ല, ഹൈദ് കഴിഞ്ഞതാണ്. അപ്പോൾ ഫതല്ലഖഹ ബഅദ ജിമാഇഹ ഫൈജൂസ്, ബന്ധപ്പെട്ടതിന് ശേഷം അവരെ തലാഖ് ചെയ്യൽ അനുവദനീയമാണ്. ലിഅന്ന ഇദ്ദതഹ ബിൽ അശ്ഹുർ, കാരണം അവരുടെ ഇദ്ദ എന്ന് പറയുന്നത് അത് മാസക്കണക്കാണ്, ഹൈദിന്റെ കണക്കല്ല. فيكون من حين طلقها قد شرعت في العدة فيكون قد طلقها لعدتها, അപ്പോൾ അവളുടെ ആ തലാഖ് ചെയ്തത് മുതൽ അവൾ ഇദ്ദ ആരംഭിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതല്ലിഖുഹുന ലിഇദ്ദതിഹിന്ന എന്ന് പറഞ്ഞ ആ ഇദ്ദയിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തലാഖ് ചെയ്തിട്ടുള്ളത്. മിസാലുൻ ആഖർ, മറ്റൊരു ഉദാഹരണം, റജുലുൻ ഇൻദഹു ഇംറഅ, ഒരാൾക്ക് ഭാര്യയുണ്ട്, ഹാമിലുൻ, ഗർഭിണിയാണ്, ഖദ് ജാമഅഹ, അവളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഫതല്ലഖഹ ബഅദൽ ജിമാഇ മുബാശറ, ബന്ധപ്പെട്ടതിന് ശേഷം അവളെ തലാഖ് ചെയ്താൽ ഫൈജൂസ്, അത് അനുവദനീയമാണ്. ലിഅന്ന ഇദ്ദത്തൽ ഹാമിൽ ബിവദ്ഇൽ ഹമൽ, കാരണം
ഒരു ഗർഭിണിയുടെ ഇദ്ദ എന്ന് പറയുന്നത് അത് ഗർഭം അത് കഴിയുന്നതോടുകൂടി തന്നെയാണ്. ഫഹിമിൻ ഹീൻ അൻ യുതല്ലിഖഹ തശ്റഉ ഫിൽ ഹിദ്ദ. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഇപ്പോൾ അവൾ 8ാം മാസത്തിലാണ് ഒരാൾ ത്വലാഖ് ചെയ്താൽ പിന്നെ അവൾക്കുള്ള ഇദ്ദ എന്ന് പറയുന്നത് ആക്കി 1 മാസം 10 ദിവസം, 9 മാസം 10 ദിവസമാണ്. അല്ലെങ്കിൽ എപ്പോഴാണ് അവൾ പ്രസവിക്കുന്നത് അങ്ങനെ 8ാം മാസത്തിൽ അതിൻ്റെ പിറ്റേന്ന് പ്രസവിച്ചാൽ അവൾ ഇദ്ദ ചെയ്യും. എത്രത്തോളം പണ്ഡിതന്മാർ പറയാണ്, ഒരാൾ ഒരു സ്ത്രീയെ ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ത്വലാഖ് ചെയ്തു, അവൾ ലേബർ റൂമിൽ പ്രസവിച്ചാൽ ചിലപ്പോൾ 5 മണിക്കൂർ 2 മണിക്കൂറുണ്ട്, ഉടനെ തന്നെ അവളെ എന്ത് കഴിഞ്ഞു, അവൾ ഇദ്ദ കഴിഞ്ഞു. അവൾക്ക് അടുത്ത മണിക്കൂറിൽ കല്യാണം കഴിക്കാം, അടുത്ത മണിക്കൂറിൽ അവൾക്ക് കല്യാണം കഴിക്കാം. അവൾക്ക് വേറെ ഇദ്ദ ഇല്ല, 4 മാസം 10 ദിവസം അവൾക്കില്ല. പ്രസവം കഴിഞ്ഞ ഉടനെ അവളുടെ ഇദ്ദയും കഴിക്കും. ഉടനെ ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവളെ കല്യാണം കഴിക്കാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ് കുറച്ച് വലുതാണ്. അൻ ഫാത്തിമത്ത് ബിൻത് ഖൈസ്, ഫാത്തിമ ബിൻത് ഖൈസ് എന്ന് പറയുന്ന ഒരു സ്വഹാബി വനിത. അന്ന അബാ അംറിൻ ഇബ്നു ഹഫ്സിൻ, അവളുടെ ഭർത്താവാണ് അബു അംർ ഇബ്നു ഹഫ്സ്, തല്ലഖഹ അൽബത്ത, അവളെ ത്വലാഖ് ചെയ്തു. അൽബത്ത എന്ന് പറഞ്ഞാൽ 3 ത്വലാഖും കഴിഞ്ഞു എന്നർത്ഥം. 3 ഒരുമിച്ച് ചൊല്ലി ഒന്നും ഇതിലില്ല, 3 പ്രാവശ്യമായിട്ട്, ചില റിവായത്തിൽ 3 പ്രാവശ്യമായിട്ട് അവളെ സലാസത്ത് തത്ലീഖാത്ത് 3 ത്വലാഖ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ 3ാമത്തെ ത്വലാഖ് ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ നാട്ടിലില്ല, വഹുവ ഗായിബ്, സ്ഥലത്തില്ല. അങ്ങനെ ഫഅർസല ഇലൈഹ വക്കീലുഹു ബിശഈർ, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവളെപ്പം 3 ത്വലാഖ് കഴിഞ്ഞ് ഇദ്ദയിലിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷഈർ, ബാർലി ഒരാളെ കൊടുത്തയച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ടില്ല വീട്ടിലേക്ക്, ബാർലി കൊടുത്തയച്ചിട്ടുണ്ട്. ഫസഖിതതുഹു, അവൾക്ക് ദേഷ്യം വന്നു. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അത് ഗോതമ്പ് കൊടുക്കാത്തതുകൊണ്ടാണ്. ബുർറ് കൊടുത്തിട്ടില്ല, ബുർറ് കൊടുത്തിട്ടില്ല. ഗോതമ്പും ബാർലിയും ചെറിയ വ്യത്യാസമാണ്, ബാർലി കുറച്ച് ഗ്രേഡ് കുറഞ്ഞതാണ്, ബാർലിയാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ഇവർ കുറച്ച് വലിയ തറവാട്ടിൽ പറഞ്ഞ സ്ത്രീയാണ്, ഖുറൈശിയാണ്. അപ്പോൾ ഇദ്ദേഹം എന്താ കൊടുത്തത്, ബാർലിയാണ് കൊടുത്തത്. അവൾക്ക് ദേഷ്യം വന്നു. ഫഖാല വല്ലാഹി മാ ലക്കി അലൈന മിൻ ഷൈ, അപ്പോൾ ഉടൻ തന്നെ ആ കൊണ്ടുവന്ന ആൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ നമുക്ക് നിനക്കൊന്നും തരാനില്ല, ഒന്നും തരാനില്ല. കാരണം 3 ത്വലാഖ് കഴിഞ്ഞാൽ പിന്നെ ചെലവിന് കൊടുക്കേണ്ട ബാധ്യത ഒന്നുമില്ല. ആ വിഷയമാണ് ഇവിടെ പറയുന്നത്. ഒന്നും തരാനില്ല, ഇത് വെറുതെ തന്നതാണ്. അപ്പോൾ അവൾക്കത് കൊടുത്തത് പറ്റാത്തതുകൊണ്ടാണ് ദേഷ്യം പിടിച്ചത്, ഒന്നും തരാനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവൾ സംശയം തീർക്കാൻ ഫജാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസക്കറത് ദാലിക ലഹ, സംശയം തീർക്കാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയി കാര്യം പറഞ്ഞു. ഫഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ലക്കി അലൈഹി നഫഖ, അയാൾ ഇനി നിനക്ക് ചെലവിന് തരാനൊന്നുമില്ല. 3 ത്വലാഖ് കഴിഞ്ഞാൽ പിന്നെ അവളായി, അവളെ പാടായി, അതിനി എന്ത് ചെയ്യാനില്ല, ഇനി ചെലവിന് തരാനില്ല എന്ന് പറഞ്ഞു. ഫഅമറഹ അൻ തഅതദ്ദ ഫീ ബൈത്തി ഉമ്മി ശരീഖ്, ഉമ്മു ശരീഖ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്, അവളുടെ വീട്ടിൽ നീ തൽക്കാലം ഇദ്ദ ഓരോ വീട്ടിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. സുമ്മക്കാല, ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി പറഞ്ഞു, തിൽക ഇംറഅത്തുൻ യഗ്ഷാഹ അസ്ഹാബി, വേണ്ട, അവരുടെ വീട്ടിൽ നമ്മുടെ സ്വഹാബികളൊക്കെ പോകുന്നതാണ്. ജുമുഅ കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി പലപ്പോഴും ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്വഹാബികളൊക്കെ അവിടെ വരുന്ന വീടാണ്, അതുകൊണ്ട് അവിടെ പോകണ്ട. ഇബ്നു ഉമ്മി മക്തൂം, ഇബ്നു ഉമ്മി മക്തൂമിന്റെ അന്ധനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളുമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇദ്ദ ഇരുന്നോളൂ. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇരുന്നതെന്നാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ വേറെ ആരും ഇല്ല, വിചാരിക്കേണ്ടതില്ല. ഇബ്നു ഹസൻ നമ്മൾ വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന് കുടുംബമൊക്കെ ഉണ്ട്, പക്ഷെ അന്ധനായ സ്വഹാബിയാണ്, അവിടെ സൗകര്യമുണ്ട്, അവിടെ പോയി ഇദ്ദ ഇരുന്നോളൂ. ഫൈനഹു റജുലുൻ അഅമ, അദ്ദേഹം കണ്ണ് കാണാത്ത ആളാണ്. തബഈന സിയാബക്, നിന്റെ വസ്ത്രമൊക്കെ അയച്ചു വെക്കുമ്പോൾ നിനക്ക് അതിൽ പ്രയാസം വരുന്നില്ല, അപ്പോൾ തട്ടൊക്കെ ഊരി നടന്നാലും പ്രയാസം വരുന്നില്ല. കണ്ണ് കാണാത്ത സ്വഹാബിയാണ്. ഫഇദാ ഹലൽതി ഫആദിന്നി, നീ നിന്റെ ഇദ്ദ കഴിഞ്ഞാൽ നീ എന്നെ കാര്യം അറിയിക്കുക, അടുത്ത കല്യാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം എന്നാണ്. ഖാലത് ഫലം, അവരെന്നാണ് പറയുന്നത് ഹദീസിൽ, ഫലമ്മ ഹലൽതു, ഞാൻ ഹലാലായപ്പോൾ, അഥവാ എനിക്കിനി നിക്കാഹ് കഴിക്കാനായപ്പോൾ, സക്കർതു ലഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അന്ന മുആവിയത്ത് ബിൻ അബി സുഫിയാൻ വ അബാ ജഹ്മിൻ ഖാതബാനി, മുആവിയ റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ അബൂ ജഹ്മും എന്നെ വിവാഹം അന്വേഷിച്ചിട്ടുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ അബൂ ജഹം ഫലാ യദഉ അസാഹു മിൻ ആതിഖിഹി, അദ്ദേഹം ചുമരിൽ നിന്നും വടിയെടുക്കുകയില്ല. വ അമ്മ മുആവിയ ഫസുഅലൂകുൻ ലാ മാലല, മുആവിയ വളരെ ദരിദ്രനാണ്, പൈസയൊന്നുമില്ല. ഇൻകിഹി ഉസാമത്ത് ബിൻ സെയ്ദ്, ഉസാമത്ത് ബിൻ സെയ്ദിനെ നീ കല്യാണം കഴിച്ചോളൂ. ഫകരിഹ്തുഹു, അവർ പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഉസാമത്ത് ബിൻ സെയ്ദ് അടിമയാണ്, അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇവർ ഖുറൈശിയ. സുമ്മ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻകിഹി ഉസാമത്ത് ബിൻ സെയ്ദ്, ഉസാമത്ത് ബിൻ സെയ്ദിനെ തന്നെ നിക്കാഹ് ചെയ്യുക. ഫനകഹ്തുഹു, അവർ പറയാണ് ഞാൻ നിക്കാഹ് ചെയ്തു. ഫജഅലല്ലാഹു ഫീഹി ഖൈറൻ വഖ്തബത്തുഹു ബിഹി, അല്ലാഹു അതിൽ ഒരുപാട് ഖൈറുണ്ടായി, എനിക്കത് വലിയ നന്മയായി സന്തോഷമുള്ള കാര്യമായി മാറി എന്നൊക്കെ അവർ പറയുന്ന സംഭവമാണ്. വിശദീകരണം, ഫാത്തിമ ബിൻത് ഖൈസ് അവരുടെ ഭർത്താവ് യമനിലേക്ക് പോയതാണ്. അപ്പം അങ്ങനെ അദ്ദേഹം അവിടുന്ന് നേരത്തെ തന്നെ 2 ത്വലാഖ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3ാമത്തെ ത്വലാഖിന്റെ കാര്യവുമായിട്ട് അദ്ദേഹം ആളയക്കുകയുണ്ടായി.
അപ്പോൾ 3 ത്വലാഖ് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഒരു സ്ത്രീയും ഭർത്താവും തമ്മിലുള്ള പൂർണ്ണമായ ബന്ധം കഴിഞ്ഞു. അതായത് പൂർണ്ണമായി ബന്ധം കഴിഞ്ഞു. പിന്നീട് അന്യസ്ത്രീയായി മാറി ഒരു നിക്കാഹ് കഴിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ത്വലാഖ്, ഒന്നാമത്തെ ത്വലാഖ് കഴിഞ്ഞാൽ ഒരാൾക്ക് തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ത്വലാഖ് കഴിഞ്ഞു, ആൾ പിന്നെയും അവൻ്റെ ഭാര്യ തന്നെയായി. രണ്ടാമത്തെ പ്രാവശ്യം ത്വലാഖ് കഴിഞ്ഞാൽ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അവന് വീണ്ടും അവൻ്റെ ഭാര്യ തന്നെയായി. എന്നാൽ ഹൈദിൻ്റെ ഇദ്ദൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് തിരിച്ചെടുക്കുന്നതെങ്കിൽ ഈ 2 ത്വലാഖിലാകട്ടെ അവൾ പുതിയ അഖ്ദ് നടത്തണം. അപ്പോൾ ഇദ്ദ കാലഘട്ടം കഴിഞ്ഞതിൻ്റെ ഇടയിലാണെങ്കിൽ തിരിച്ചെടുത്തു എന്നാവുകൊണ്ട് പറഞ്ഞാൽ മാത്രം മതി, അവൾ ഭാര്യ തന്നെയായി. പക്ഷേ ഇദ്ദ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് എങ്കിൽ പിന്നെ വീണ്ടും ഒരു ഉടമ്പടി നടത്തിയിട്ടെടുക്കാം. അത് 1-ലും പറ്റും, 2-ലും പറ്റും. അത് ബൈനൂനത്തുൻ സുഗറ എന്നാണ് പറയുക, ചെറിയ വേർപാട് എന്നാണ് അതിനെ പറയുന്നത്. എന്നാൽ ബൈനൂനത്തുൻ കുബറ സംഭവിച്ചാൽ 3 പ്രാവശ്യം ഇതേപോലെ 3-ാമത്തെ പ്രാവശ്യം ത്വലാഖ് കഴിഞ്ഞാൽ പിന്നെ അഖ്ദിലും ഇല്ല, 1-ലും പറ്റൂല, പിന്നെ ഇദ്ദയിലും എടുക്കാൻ പറ്റൂല, റജ്ഉം ഇല്ല, അതുപോലെ ഒരു അഖ്ദ് വെച്ചിട്ടുമില്ല. അത് എന്നേക്കുമായി പൂർണ്ണമായി അവളുമായി ബന്ധം അവിടെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിന് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ വലൈസത് ലഹാ നഫഖത്തുൻ അലാ സൗജിഹാ, പിന്നെ ഭർത്താവിന് അവൾക്കുള്ള ചെലവ് കൊടുക്കുക എന്നുള്ളത് ബാധ്യതയില്ല. ഫഹാദ ത്വലാഖു അല്ലദീ ഹസല മിൻ സൗജി ഫാത്തിമത്ത് ബിൻത് ഖൈസ് കാന ആഖിറ സലാസി തത്ലീഖാത്ത്. ഈ ഒരു ത്വലാഖാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? വല്ലാഹി മാലക്കി അലൈനാ മിൻ ഷൈ, അല്ലാഹുവാണ് നമുക്കൊരു ബാധ്യതയും ഇല്ല എന്ന് വക്കീലാണ് പറയുന്നത്. വക്കീലിന് ഉത്തരവാദിത്തമുണ്ട്. അതായത് ആരാണോ പറയുന്നത് അയാൾ പറയുന്ന പോലെ തന്നെ നമുക്കില്ല എന്ന് അദ്ദേഹം പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയല്ല, പക്ഷേ ഇദ്ദേഹം പറഞ്ഞയച്ചതാണ്, അബു അമ്ർ പറഞ്ഞയച്ചതാണ്, അതുകൊണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ത്വല്ലഖൽ ബത്ത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ത്വലാഖ് കഴിഞ്ഞു, 3 പ്രാവശ്യമുള്ള ത്വലാഖ് കഴിഞ്ഞു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പോൾ അവർക്ക് കോപമുണ്ടായി, ഞാൻ പറഞ്ഞു. അത് ഇബ്നു ഹുസൈം റഹിമഹുല്ലാഹ് പറയാണ്, കരിഹത് ദാലിക് തുരീദുൽ ബുർ, അവർ ഗോതമ്പ് ഉദ്ദേശിച്ചിട്ടാണ് ദേഷ്യം വന്നത്. ലിയന്നൽ ബുർറ അഹ്സനു മിൻ ഷൈഇ, കാരണം ഗോതമ്പാണ് ബാർലിയേക്കാൾ നല്ലത്. അപ്പോൾ അവർ പറഞ്ഞു വല്ലാഹി മാലക്കി അലൈനാ മിൻ ഷൈഇ, നമുക്കൊരു ബാധ്യതയില്ല. വക്കീലിന് എന്തുണ്ട്? വക്കീലിന് ബാധ്യതയുണ്ട്. വക്കീലിന് അത് ഖായിമുൻ മഖാമൽ മുവക്കിൽ, ആരാണോ ഏൽപ്പിച്ചത് അയാളുടെ ദൗത്യം നിർവഹിക്കുന്നതാണ്. അപ്പം അത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പറഞ്ഞു. ആ കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആ വിഷയങ്ങൾ ഉണ്ടായി. ഇപ്പം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷൂറ കൂടിയപ്പോൾ ഇവിടെ പറഞ്ഞ വാക്ക് ഒന്ന്, അബൂജഹം എന്ന് പറയുന്ന സഹാബി ഫല യദഉ അസാഹു അൻ ആതിഖിഹി, ചുമലിൽ നിന്ന് വടിയെടുക്കുകയില്ല. അതിന് 2 വിശദീകരണമുണ്ട്. ഒന്ന്, അദ്ദേഹം ധാരാളമായി യാത്ര ചെയ്യുന്നവനാണ് എന്നാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഈ മൃഗത്തെ അടിക്കുന്നതിന് വേണ്ടി എപ്പോഴും ചുമലിന്റെ ഭാഗത്ത് അവിടെ ഒരു വടി ഇങ്ങനെ വെക്കും, അതിങ്ങനെ അടുത്തിങ്ങനെ അടിക്കും, പിന്നെ അവിടെ വെക്കും. അപ്പോൾ അതാണ് ഒരു അർത്ഥം പറയുന്നത്. പക്ഷെ വേറെ ചില റിവായത്തിൽ അമ്മ അബൂ ജഹം ഫറജുലുൻ ദറാബുൻ ലിന്നിസാ, ഭാര്യയെ നല്ല അടിക്കുന്ന ആളാണ് എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ അടി കൊള്ളണ്ട എന്നുള്ള നിലക്കാണ് പറഞ്ഞത്, അദ്ദേഹത്തെ കല്യാണം കഴിക്കേണ്ട എന്നുള്ളത്. അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു കുറിച്ച് പറഞ്ഞത് ഫസ്തുഉലൂകുൻ ലാ മാലല, ഫഖീറാണ്, പൈസ ഒന്നുമില്ല, ഇനിയിപ്പോൾ നിനക്കെങ്ങനെ ചെലവ് തരാം, ഒറ്റയ്ക്ക് തന്നെ ചെലവ് നോക്കാൻ പറ്റാത്ത ആളാണ്, അപ്പോൾ ഇനി നിന്നെ കല്യാണം കഴിച്ചാൽ ചെലവ് നോക്കാൻ തരികയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഉസാമ അടിമയാണെങ്കിലും നിനക്ക് യോജിക്കും. പക്ഷെ അവർ ആദ്യം വെറുക്കുക എന്ന് പറഞ്ഞാൽ അവർ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം പണ്ഡിതന്മാർ പറയുന്നത് അവർ ഖുറൈശി ഗോത്രത്തിലെ വലിയ ഗോത്രക്കാരിയാണ്. അതുകൊണ്ട് ഒരു അടിമയെ കല്യാണം കഴിക്കാൻ ഖുറൈശികൾ നേതൃത്വത്തിൽ വരേണ്ട ഭാര്യമാരായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അവർക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്ക് കേട്ടതിൽ വലിയ ഖൈറുണ്ടായി എന്നുള്ളത് പിന്നീട് ഹദീസ് റിവായത്ത് ചെയ്യുക, അതാണ് പറയുന്നത്. ഇനി ഹദീസിന്റെ ഫായിദ, ഒന്നാമത്തത്, ഒരാൾ ഒരാൾ തന്റെ ഭാര്യയെ 3 പ്രാവശ്യം തലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അത് 3 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മുത്തലാഖ് ഒരുമിച്ചല്ല, 3 സെപ്പറേറ്റ് ആയിട്ട്, അതൊരു തലാഖിന് ഇദ്ദയിന്, അടുത്ത തലാഖിന് ഇദ്ദയിന്, അടുത്ത തലാഖിന് ഇദ്ദയിന്, അങ്ങനെ ഈ പറയുന്ന രൂപത്തിൽ തലാഖ് ചെയ്താൽ അത് ബാനത്ത് മിൻ, അവളുമായിട്ട് പൂർണ്ണമായി കഴിഞ്ഞു. വൻഫസലത് അൻഹു ബിമുജറദി തലാഖ്, ആ തലാഖോടുകൂടി അവളുമായി വേർപെട്ടു. വലൈസ ലഹു അലൈഹ റജ്അ, അവൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ ഇനി സാധിക്കുകയില്ല. വഇദാ ലം യകുൻ ലഹു അലൈഹ റജ്അ ഫലൈസ ലഹു അലൈഹ ഷൈ, അപ്പോൾ ഇനി തിരിച്ചെടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ദീനപരമായിട്ടൊന്നും കൊടുക്കാനില്ല. ഇനി ഇവിടുത്തെ കോടതിയിൽ എന്താ വിധിക്കും എനിക്കറിയില്ല, അത് ചിലപ്പം കൊടുക്കാനൊക്കെ പറയുന്നുണ്ടാവും. ദീനപരമായിട്ട് 3 പ്രാവശ്യം തലാഖ് കഴിഞ്ഞാൽ പിന്നീട് ഒന്നും കൊടുക്കാനില്ല. അതാണ് ഹദീസിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ 3ാമത്തെ സമയത്ത് ഇവള് ഹാമിലാണെങ്കിൽ, ഗർഭിണിയാണെങ്കിൽ ആ ഗർഭം കഴിയുന്നത് വരെയുള്ള ചെലവ് ഇവൻ കൊടുക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. വഇൻ കുന്ന ഉലാതി ഹംലിൻ, അവൾ ഗർഭിണികളാണെങ്കിൽ ഫഅൻഫിഖു അലൈഹിന്ന, അവർക്കുമേൽ ചെലവഴിക്കണം, ഹത്താ യദഅന ഹംലഹുന്ന, അവരുടെ ഗർഭം അത് കഴിയുവോളം, എപ്പോഴാണ് പ്രസവിക്കുന്നത് അതുവരെയുള്ള ചെലവ് കൊടുക്കണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതാണ് വ്യത്യാസം. അതല്ലെങ്കിൽ ഗർഭിണി അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചെലവ് ഇല്ല എന്നാണ് പറയുന്നത്. ഇനി വേറൊരു ചോദ്യം, ഇദാ കാനത്തിൽ മർഅതു മുത്തല്ലഖ,
ലാക്കിൻ ലൈസ ആഖിറ സലാസ തത്ലീഖാത്ത്, മൂന്നാമത്തെ തലാഖല്ല, ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ആണ് സ്ത്രീയെ തലാഖ് ചെയ്താൽ ആണെങ്കിൽ ഫഹൽ ലഹ നഫഖ, അത്തരം സാഹചര്യത്തിൽ ചെലവിന് കൊടുക്കണോ? നഅം, ആ സാഹചര്യത്തിൽ ചെലവിന് കൊടുക്കണം. ലിഅന്ന ലഹു അലൈഹ റജഅ, കാരണം അവൻ എപ്പോ വേണമെങ്കിൽ തിരിച്ചെടുക്കുക. അത് അവന്റെ വീട്ടിൽ തന്നെയാണ് കഴിയേണ്ടത്. ഭർത്താവ് എവിടെയാണ് നിൽക്കുന്നത് അവിടെ തന്നെയാണ് യഥാർത്ഥത്തിൽ കഴിയേണ്ടത്. തൊലാക്ക് ചെയ്തതിനാലും അതേ വീട്ടിൽ തന്നെയാണ് കഴിയുക. അവർക്ക് ഭക്ഷണം കൊടുക്കൽ ഭർത്താവിന് ബാധ്യതയുണ്ട്, വസ്ത്രം കൊടുക്കൽ ബാധ്യതയുണ്ട്, അതുപോലെ തന്നെ എല്ലാ ചെലവിന് കൊടുക്കലും ആ സമയത്ത് ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ല എങ്കിൽ അവർക്ക് ഈ 3 എണ്ണം കഴിഞ്ഞാൽ പിന്നീട് എന്തില്ല, ചെലവില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയാണ്, അൽ മുഅ്തദ്ദാത്തു സലാസത്തു അൻവാ, ഇദ്ദ ഇരിക്കുന്ന 3 ടൈപ്പ് ഉണ്ട്. അന്നൗഉൽ അവൽ, ഒന്നാമത്തേത് ലഹ അന്നഫഖ കിസ്വ വസുക്ന വഅക്ൽ വശുർബ്, ഒന്നാമത്തെ വിഭാഗത്തിന് ചെലവിന് കൊടുക്കലുണ്ട്, ഭക്ഷണം, വെള്ളം, താമസം എല്ലാം ഉണ്ട്. ഇതൊക്കെ ആർക്കാണ്? വഹാദിഹിൽ മുത്തല്ലഖത്തു റജ്ഇയ്യ, തിരിച്ചെടുക്കാൻ പറ്റുന്ന തലാഖാണ് നടന്നത് എങ്കിൽ ഈ പറയുന്ന എല്ലാ ചെലവും അവർക്ക് കൊടുക്കണം. രണ്ടാമത്തത് മൻ ലൈസ ലഹ കിസ്വ വലാ സുക്ന വലാ നഫഖ, രണ്ടാമത്തത് വെള്ളമോ ഭക്ഷണമോ ഒന്നും കൊടുക്കാനില്ല. അത് സവാൻ കാനത് ഹാമിലൻ ഔ ഹായിലൻ, അത് ഗർഭിണിയാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതാർക്കാണ്? വഹിയൽ മുതവഫ അൻഹ സൗജുഹ, ഭർത്താവ് മരിച്ചാൽ പിന്നെ അതിന് ഗർഭിണിയാണെങ്കിലും ശരി, കാരണം പിന്നെ വേറെ ആരും ഏറ്റെടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗർഭിണിയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, പിന്നീട് ചെലവിന് കൊടുക്കൽ എന്തില്ല, ബാധ്യതയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഭർത്താവിന് സ്വത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവളുടെ ഗർഭം കഴിയുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ അത് കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ അവൾക്ക് ബാധ്യത വരുന്നില്ല. ഇനി നമ്മൾ മൂന്നാമത് പറഞ്ഞത് ഹാമിലാണെങ്കിൽ അത് അവൾക്ക് ആ ഗർഭം കഴിയുന്നത് വരെ കൊടുക്കുക എന്നുള്ളത് ബാധ്യതയാണ്. അപ്പോൾ ഈ 3 ടൈപ്പിലാണ് എന്തുണ്ടാവുക, മുഅ്തദ്ദാത്തുകളുണ്ട്, ഇരിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവുക. ഒന്നാമത്തതിന് തിരിച്ചെടുക്കുന്നതിനെല്ലാം കൊടുക്കണം. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ഇരിക്കുമ്പോൾ ഒന്നും കൊടുക്കേണ്ടതില്ല. ഇനി ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ആ ഗർഭം കഴിയുന്നത് വരെ കൊടുക്കണം എന്നാണ് പറയുന്നത്. വലൗസാലസായി ഹലിത്തലാഖ്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഹലിത്തലഖാത്തു സലാസൽ വാഖിഅ മിൻ സൗജിഹ ബി കലിമത്തിൻ വാഹിദ, ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ 3 തലാഖ് സംഭവിക്കുമോ? ഔ ബി കലിമാത്തിൽ മുതആഖിബാത്ത്, അല്ലെ 3 പ്രാവശ്യം അൻതി താലിഖ്, അതായത് 3 പ്രാവശ്യം തലാഖ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ടൈപ്പാണ്. ഞാൻ തലാഖ് ചെയ്തു എന്ന് പറയുന്നത് വേറൊരു ടൈപ്പാണ്. ഔ ബി തലഖാത്തിൽ മുതആഖിബാത്ത്, അതല്ലെങ്കിൽ ഈ 3 വേറെ സാഹചര്യത്തിൽ തലാഖ് ചെയ്തു, ഇത് ഒക്കെ സംഭവിക്കുമോ എന്നാണ്. അപ്പോൾ ഇതിൽ മൂന്നാമത്തതേ സംഭവിക്കുകയുള്ളൂ. 3 വേറെ സമയത്ത് സംഭവിക്കുമ്പോൾ മാത്രമേ 3 തലാഖ് സംഭവിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കുക. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുഭൂരിപക്ഷം 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരും അഭിപ്രായമൊക്കെ പറയുന്നത് അത് ഒറ്റ തൊലാഖായിട്ട് തന്നെ, പൂർണ്ണമായ തൊലാഖായിട്ട് തന്നെ സംഭവിക്കും എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിനെതിരാണ് അഭിപ്രായം. അതൊരു തൊലാഖായിട്ട് സംഭവിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഭരണകൂടത്തിൽ നിന്നും മറ്റുമൊക്കെ ഒരുപാട് പരീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇജ്മാഇനെതിരായി എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് അദ്ദേഹം പറഞ്ഞ വാചകമാണ് ശരി. കാരണം നമ്മൾ നേരത്തെ കേട്ടു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കാലത്ത് 3 തലാഖ് ഒറ്റൊന്നാണ്, അബൂബക്കർ റളിയല്ലാഹു കാലത്ത് 3 തലാഖ് ഒന്നാണ്, ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ആദ്യത്തെ 2 വർഷം അങ്ങനെ തന്നെയാണ്. പിന്നെയാണ് ജനങ്ങളുടെ ഈ ഒരു പ്രശ്നം കാരണത്താൽ അദ്ദേഹം ഇജ്തിഹാദ് ചെയ്തതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ഇജ്തിഹാദാണ്. പക്ഷേ ഇവിടെ ഇബ്നു തൈമിയ്യ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇതിൽ ഇങ്ങനെ എടുത്തു ചാടി ചെയ്യുന്ന, അല്ലെ അങ്ങനെ സ്ഥിരം അങ്ങനത്തെ സ്വഭാവമൊക്കെ കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കഴിഞ്ഞു എന്ന് നമ്മൾ പറയാം. പക്ഷെ ഒരാൾക്ക് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്, അങ്ങനെയുള്ള വല്ല ആളാണെങ്കിൽ അയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ ഫായിദ ജവാസു ഇഅ്താഇൽ ബാഇനി മാ തഖ്താതു ബിഹി ലാകിൻ അലാ സബീലി തബറുഇ വസ്സദഖ. നമ്മൾ 3 തലാഖൊക്കെ കഴിഞ്ഞ് വേർപെട്ട ഭാര്യക്ക് ചെലവിന് കൊടുക്കൽ ജായിസാണ്. നമ്മൾ നേരത്തെ നിർബന്ധമില്ല. അതാണ് ലാകിൻ അലാ സബീലി തബറുഇ വസ്സദഖ. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, കുറച്ച് ബാർലിയുമായി കൊടുത്തു വിട്ടത്. അത് ജായിസാണ് എന്നാണ്, തെറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ ഫായിദ ജവാസുൽ ഇസ്തിശാറത്തി ഇൻദ മുആമലത്തി അയ് ശഖ്സിൻ ഇദാ കുൻത ലാ തദ്രി അൻ. നമുക്കൊരു വിഷയത്തിൽ ഒരു കാര്യം അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനോട് ഇസ്തിശാറ നടത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഫാത്തിമ ബിൻത്ത് ഖൈസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അറിയില്ലെങ്കിൽ അറിവുള്ള ആൾക്കാരോട് ഇസ്തിശാറ നടത്തണം എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തത് അന്ന സ്വഹാബത്ത റളിയല്ലാഹു അൻഹും ഇൻദൽ ഖിലാഫി വന്നിസാഇ യർജിഊന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്കാണ് മടക്കിയിരുന്നത്. വകദാലിക നഹ്നു, അങ്ങനെ തന്നെയാണ് നമ്മളും ആകേണ്ടത്.
നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അള്ളാഹുവിന്റെ കിതാബിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കും മടക്കണം. അഞ്ചാമത്തെ ഫായിദ ജവാസു ദിക്രിൽ ഇൻസാനി ബിമാ യക്റഹു ഇദാ കാന അലാ സബീൽ നുസ്ഹി വൽ മശൂറ. ഒരു ഗുണകാംക്ഷയുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു മശൂറ, ഒരു വിഷയത്തിലൊരു കാര്യത്തിന് കൂടിയാലോചനക്ക് വേണ്ടിയാണ് എങ്കിൽ ഒരാൾ വെറുക്കുന്ന കാര്യം അയാളെക്കുറിച്ച് പറയുന്നതിൽ തെറ്റില്ല. എന്താണ് ഈ ഹദീസിന്റെ തെളിവ്? ഇവിടെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് അദ്ദേഹം ദരിദ്രനാണ്, അദ്ദേഹം കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല, കാരണം അദ്ദേഹം ആലോചിച്ചതാണ്. അതുപോലെ തന്നെ അബൂജഹലും ഇഷ്ടപ്പെടുകയില്ല, അദ്ദേഹം സ്ത്രീകൾ അടിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾ കൂടിയാലോചനക്ക് വരുന്ന സമയത്ത് ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നതിന് എന്തില്ല, തെറ്റില്ല എന്നാണ് പറയുന്നത്. അതല്ലാത്ത സാഹചര്യത്തിൽ പാടില്ല, അത് ഗീബത്തായി തീരും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പറയാം. ഒരാൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയണം, ഒരാൾ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ബിദ്അത്തുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ് എങ്കിൽ വേറൊരാൾക്ക് അയാൾ പോയി അന്വേഷിച്ചു, നിന്നോട് ചോദിച്ചാലും ശരി ചോദിച്ചിട്ടില്ലെങ്കിൽ ശരി, നീ എന്ത് ചെയ്യണം, പോയി പറഞ്ഞു കൊടുക്കണം, ആ വിവാഹാലോചന വേണ്ട, പ്രശ്നക്കാരാണ്, തീവ്രതയുള്ളവരാണ്, ഇന്നതാണ്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ എങ്ങനെയെങ്കിലൊക്കെ കല്യാണം നടക്കട്ടെ, ഇപ്പം അയാളെ പറഞ്ഞാൽ കുറ്റാവുകയില്ലേ എന്ന് വിചാരിക്കരുത്. കാരണം ഇത് മറ്റേ വ്യക്തിയോടുള്ള നസീഹത്താണ്, ഒരു സ്ത്രീയുടെ, ഒരു പെണ്ണിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആൾ പ്രശ്നക്കാരനാണെങ്കിൽ അയാൾക്ക് വല്ല പ്രശ്നങ്ങളും ഉണ്ട് എങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അതിനേക്കാളും താഴെയുള്ള പ്രശ്നമാണ് അല്ലെ, ഇവിടെ ഒക്കെ സ്വഹാബികൾ തന്നെയാണ്. പക്ഷെ ആ സ്ത്രീക്ക് കൂടുതൽ യോജിച്ച ഒരു കാര്യം എന്ത് ചെയ്യാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം. അപ്പം അത് അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. അത് എല്ലാ കാര്യത്തിലും, അപ്പോൾ കച്ചവടത്തിന്റെ കാര്യത്തിലൊക്കെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റായിട്ട് വരും, ഇത്ര ലക്ഷം തന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അതല്ലെങ്കിൽ എനിക്ക് ഈ സാധനം തന്നാൽ ഞാൻ ഇത്ര കൊല്ലം കൊണ്ട് അത് തരാം. അപ്പം ആള് സ്ഥിരമായിട്ട് ഇങ്ങനെ ആൾക്കാരുടെ നിന്ന് കച്ചവടത്തിന് പൈസ വാങ്ങി ഇങ്ങനെ അത് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ നിനക്ക് അറിയുമെങ്കിൽ നീ അത് പറഞ്ഞു കൊടുക്കണം, അത് തെറ്റില്ല. അത് അയാളോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. അയാൾക്ക് പൈസ കൊടുക്കരുത്, അയാൾക്ക് കൊടുത്ത ആൾക്കാർക്കൊന്നും ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. ആ നിലക്കാണ് വിഷയം. ഒരുപാട് ആൾക്കാരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്, ആർക്കും ലാഭമില്ല, മുതലുമില്ല, ഇതാണ് അവസ്ഥ എന്നുള്ളതാണ് നിനക്കറിയുമെങ്കിൽ നീ അത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. അതെന്താണ്, അത് അയാളോടുള്ള നസീഹത്താണ്. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, അത്തരം അറിയപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അത് മറച്ചു വെക്കേണ്ടതില്ല. കാരണം വേറൊരു മുസ്ലിമിനോടുള്ള നസീഹത്തിന് വേണ്ടിയിട്ട്, വലിയൊരു മസ്ലഹത്തിന് വേണ്ടിയിട്ട് അത്തരം സാഹചര്യങ്ങൾ അനുവദിക്കപ്പെടും. അതല്ലെങ്കിൽ വെറുതെ ഒരു ആവശ്യമില്ലാതെ കല്യാണാലോചനയോ ഇങ്ങനത്തെ ആലോചനയോ ഒന്നല്ലെങ്കിൽ ഒരാളുടെ കുറ്റം മറ്റൊരാൾക്കാരോട് പോയി പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഗീബത്തിൽ തന്നെയാണ് പരിഗണിക്കപ്പെടുക, അത് ചെയ്യാൻ പാടില്ല. ആറാമത്തെ ഫായിദ ഫീഹി ദലീലുൻ അലാ മുലാഹദത്തിൽ മാലി ബിന്നിസ്ബതി ലിഖബൂലി സൗജ്. നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ഇണയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് സമ്പത്ത് തീരെ നോക്കാൻ പാടില്ല എന്നില്ല. കാരണം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അന്ന ബഅവന്നാസ് യഖുദു ബിഉമൂമി ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചില ആളുകൾ റസൂലുള്ളാഹിന്റെ ഈ വാക്ക് മൊത്തത്തിൽ അങ്ങ് എടുക്കും. ഇദാ അതാകും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫൻകിഹു, നിന്റെ ദീനും സ്വഭാവമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ വിവാഹം ചെയ്തു കൊടുക്കുക എന്ന് മൊത്തത്തിൽ എങ്ങനെ എടുക്കും. അവിടെ എന്നിട്ട് പറയും യജിബു അൻ നുൻകിഹു വലൗ കാന അഫ്ഖറ ഇബാദില്ലാഹി ഹാദാ ലൈസ ബിവാജിബ്. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു കൊടുക്കൽ നിർബന്ധമാണ്, അവൻ എത്ര ദരിദ്രനാണെങ്കിൽ നിർബന്ധമാണ് എന്ന് ചിലർ പറയും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, അങ്ങനെ അത് ശരിയല്ല. മറിച്ച് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെലവിന് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് തീരെ പൈസ ഇല്ലെങ്കിൽ നമ്മുടെ മകൾക്കോ അതല്ലെങ്കിൽ നമ്മുടെ സഹോദരിക്കോ അങ്ങനെ അന്വേഷണം വന്നു, ദീനൊക്കെ ഉണ്ട്, നല്ല സ്വഭാവം തന്നെയാണ്, പക്ഷെ തീരെ പൈസ ഇല്ല, അവിടെ ചെലവിന് കൊടുക്കാൻ കഴിയാത്ത ഒരാളാണ് എങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ആ വിവാഹം ഒഴിവാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ മറ്റേ ഹദീസിന്റെ താല്പര്യം എന്താണ്, അവിടെ പ്രത്യേകം മനസ്സിലാക്കണം. അവിടെ നമ്മൾ നേരത്തെ വിശദീകരിച്ചു, രണ്ടാൾക്കാർ വരുന്നു, ഒരാളുടെ അടുക്കൽ നല്ല ദീനുണ്ട്, സമ്പത്ത് കുറവാണ്, വേറൊരാളുടെ അടുത്ത് ദീനില്ല, അയാൾക്ക് നല്ല സമ്പത്തുണ്ട്. അപ്പം നമ്മൾ ആ സമ്പത്ത് കണ്ടിട്ട് അയാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത് ശരിയല്ല. എന്നിട്ട് ദീനുള്ള ആൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് ശരിയല്ല. നമുക്ക് ദീന് വളരെ പ്രാധാന്യമാണ്, സ്വഭാവം വളരെ പ്രാധാന്യമാണ്, അതുപോലെ ചെലവിന് കൊടുക്കാനുള്ള പണവും ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതല്ലാതെ ചെലവിന് കൊടുക്കാത്ത മകളെ വഴിയാധാരാക്കുന്ന ഒരാളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് ആദ്യത്തെ ഹദീസിൽ ഇല്ല. ഇവിടെ തിരിച്ചു മനസ്സിലാക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ റളിയല്ലാഹു അൻഹു, ഇത് അന്നത്തെ കാലത്താണ്. മുആവിയ റളിയല്ലാഹു അൻഹു പിന്നീട് ഭരണാധികാരി ആവുകയും പിന്നീട് പണം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അത് പിൽക്കാലത്ത്. ഇത് ആ കാലഘട്ടത്തിലുള്ള വിഷയമാണ് പറയുന്നത്, അത് മനസ്സിലാക്കുക. ഏഴാമത്തെ കാര്യം അന്നഹു ലം യംബഗി ലിൽ ഇൻസാനി അൻ യുശീറ അല ശഖ്സി ബിതസ്വീജ് ശഖ്സിൻ ആഖർ ഇദാ റആഹു കുഫ്അൻ. ഒരാൾക്ക് കുഫ് വെക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ ചൂണ്ടി കാണിച്ചു കൊടുക്കാം, അയാളെ കല്യാണം കഴിച്ചോളൂ എന്ന് പറയാം.
ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻകിഹി ഉസാമ, ഉസാമയെ നിക്കാഹ് ചെയ്തോളൂ എന്ന് ചൂണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഇനി മറ്റൊരു ഫായിദ, അന്നഹു യജൂസു ലിൽ ഇൻസാനി മുഖാലഫത്തുൽ കബീരി ഇദാ കാന ലാ യർദാ ബിഹാദ. നമുക്കൊരു കാര്യം തൃപ്തിയില്ല എങ്കിൽ നമ്മളെക്കാളും വലിയൊരാളെ നമുക്ക് എതിർപ്പുണ്ടാവുക എന്നുള്ളത് ജായിസാണ്. വലിയൊരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമുക്കൊരു തൃപ്തിയില്ലാത്തൊരു കാര്യം നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. എന്താണ് അതിന് തെളിവായിരിക്കുന്നത്? ഇവിടെ ഫാത്തിമ ബിൻത് ഖൈസ് ഫകരിഹ്തുഹു, ആദ്യം ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ അന്വേഷണം പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്തതിനെ അന്നലക്ക് എന്ത് ചെയ്തിട്ടില്ല, എതിർത്തിട്ടില്ല. മറിച്ച് പിന്നെയും അത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരാൾക്ക് അത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ഒഴിവാക്കാൻ പറ്റും. മറ്റേ ജാബിർ റളിയല്ലാഹു അൻഹു വേറൊരു സംഭവം പറയുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകം വിൽക്കാൻ വേണ്ടി പറയുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു അത് കൂട്ടാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്നീട് പറഞ്ഞിട്ടത് വാങ്ങിക്കുകയും അവസാനം അത് തിരിച്ചെത്തിയപ്പോൾ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടെയും പറഞ്ഞൊരു കാര്യമാണ്, ചില സാഹചര്യത്തിൽ നമ്മളെക്കാൾ മുതിർന്ന ഒരാൾ പറഞ്ഞാലും നമുക്കത് തീരെ തൃപ്തിയില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ നമുക്കത് എതിരാകുന്നത് കൊണ്ട് നമുക്ക് അത് കുഴപ്പമില്ല, മനസ്സില്ലാ മനസ്സോടെ ചെയ്യേണ്ടത്. അത് ഹറാമായ കാര്യമല്ല, മുബാഹായ കാര്യം തന്നെയാണ് പറയുന്നത്. ഒൻപതാമത്തെ ഫായിദ, അന്നഹു ലാ ബഅസ അൻ യതറദ്ദദ അന്നാസു ഇലൽ മർഅതി അല്ലതി തുത്ഇമുഹും വതുൻഫിഖു അലൈഹിം ലാകിൻ ബിദൂന ഖൽവ. ഒരാൾ ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് പോയി അവിടുന്ന് ഭക്ഷണവും മറ്റുമൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഖൽവത്തില്ലാതിരുന്നാൽ മതി. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് സ്വഹാബികൾ പറയുന്നുണ്ട്, അവർ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരുടെ അടുക്കലേക്ക് പോയിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ അവിടെ ഖൽവത്തൊന്നും ഉണ്ടാവില്ല, അവിടെ വേറെ കുടുംബക്കാരുണ്ടാകും. അപ്പം അങ്ങനെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവരുടെ വീട്ടിൽ ആദ്യം പോകാൻ പറഞ്ഞു, പിന്നെ പറഞ്ഞു വേണ്ട, അവിടെ സ്വഹാബികളൊക്കെ വരുന്നതാണ്, ആണുങ്ങൾ വരുന്ന വീടാണ്, അതുകൊണ്ട് അവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഉമ്മു മക്തൂമിന്റെ വീട്ടിലേക്ക് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. പത്താമത്തെ ഫായിദ, ഫി ഹാദിൽ ഹദീസ് ദലീലുൻ അല അന്നൽ മർഅത യജൂസു ലഹാ അൻ തൻദുറ ഇല റജുൽ. ഈ ഹദീസിൽ ദലീലുണ്ട്, സ്ത്രീകൾക്ക് പുരുഷന്മാരെ നോക്കുക എന്നുള്ളത് അനുവദനീയമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്തദി ഫി ബൈതി ഇബ്നു ഉമ്മി മക്തൂം ഫഇന്നഹു റജുലുൻ അഅമ. നിങ്ങൾ ഇബ്നു ഉമ്മി മക്തൂമിന്റെ വീട്ടിലേക്ക് നിന്നോളൂ, അദ്ദേഹം അന്ധനാണ് എന്നാണ്. വഹാദ ഹുവ ശർ, ഇതാണ് ശറ. വൽ വാഖി അന്നൽ മർഅത യജൂസു ലഹാ അൻ തൻദുറ ഇല റജുൽ. നമ്മൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനെ നോക്കുക അനുവദനീയമാണ്. ഇല വജ്ഹിഹി, അവന്റെ മുഖത്ത്, വകഫൈഹി, കൈയിലേക്ക്, വഖദമൈഹി, കാലിലേക്ക്, ബിശർ അല്ലാ യത്ബഅ ദാലിക ലസ്സത്തുൻ വലാ തമത്തുൻ ബിന്നദരി ഇല റജുൽ. അവിടെ ഒരു പ്രത്യേക ഷർത്ത് പറയുന്നുണ്ട്, അതൊരു ആസ്വാദനമോ അങ്ങനെയുള്ളൊരു ഹറാമായ ചിന്തയോടുകൂടിയോ ആണെങ്കിൽ അത് പാടില്ല. ഫഇന്ന സാഹിബ ദാലിക നദറ ശഹ്വത്തുൻ ഔ തമത്തുൻ കാന ഹദ മംനൂഅൻ. അങ്ങനെയാണെങ്കിൽ അത് നിഷിദ്ധമായി തീരും. ഇന്നമാ മുജറദുൻ നദരി ഇല റജുലി ലാ ബഅസ ബിഹി. എന്നാൽ ഒരു കേവല നോട്ടം പുരുഷന് സ്ത്രീയെ നോക്കുന്നത് പോലെയല്ല, സ്ത്രീക്ക് പുരുഷനെ നോക്കുക എന്നുള്ളത് അത് അനുവദനീയമാണ്. ഫറജുൽ ലാ യജൂസു അൻ യൻദുറ ഇലൽ മർഅ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ഒരിക്കലും നോക്കാൻ പാടില്ല. ലാലി ഷഹുവ വലാലി മുത്ത, ആസ്വാദനത്തിനോ ദേഹേച്ഛക്കോ, വലാലി ഗൈരി ദാലിക്, ഒരു കാര്യത്തിനും പറ്റില്ല. വൽ ഫർഖു അന്ന ശഹ്വത ഹിയ ശഹ്വത്തുൽ ജിൻസിയ. ഇത് ജിൻസിയ, മനുഷ്യൻ തമ്മിൽ പരസ്പരമുള്ള വ്യത്യാസം അതുണ്ട് എന്നാണ് പറയുന്നത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നോക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇബ്നു ഹുസൈം റഹിമഹുല്ലാഹ് പറയാൻ, എന്നാൽ ഇബ്നു മക്തൂമിന്റെ മറ്റൊരു ഹദീസ് ഉണ്ട്. എന്താണത്? കുൻതു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ മൈമൂന ഫഅഖ്ബല ഇബ്നു ഉമ്മി മക്തൂം ഹത്താ ദഖല അലൈഹി വദാലിക ബഅദ അൻ അമറനാ ബിൽ ഹിജാബ്. ഹിജാബിന് ശേഷം ഞാനും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, മൈമൂന റളിയല്ലാഹു അൻഹും ഇബ്നു മക്തൂമിന്റെ അടുത്തേക്ക് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്തജിബാ മിൻ, നിങ്ങൾ രണ്ടുപേരും ഹിജാബ് ധരിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ് അലൈസ അമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുന, അത് കണ്ണ് കാണാത്ത ആളല്ലേ, നമ്മളെ കാണുകയൊന്നും ചെയ്യുകയില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഫ അംയവാനി അൻതുമാ ലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾ രണ്ടുപേരും അന്ധരാണോ, നിങ്ങൾക്ക് രണ്ടുപേരും കാണുകയില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഈ ഹദീസ് അദ്ദേഹം ഇബ്നു ഹുസൈം പറഞ്ഞു, ഫാദ ഹദീസുൻ ദഈഫ് ലാ തഖും ബിഹുജ്ജ, ദഈഫായ ഹദീസാണ്, ഇത് തെളിവല്ല. ഇനി അദ്ദേഹം പറയാണ്, കൈഫ നഖൂലു ബിജവാദി നദ്റിൽ മർഅതി ഇല റജുലി വല്ലാഹു തആല യഖൂൽ വഖുൽ ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആനിൽ, മുഅ്മിനാത്തുകൾ, സ്ത്രീകൾ, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവളുടെ കണ്ണുകൾ താഴ്ത്തട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇബ്നു ഹുസൈം റഹിമഹുല്ലാഹ് പറയുന്നു, ഇന്നല്ലാഹ ലം യഖുൽ കുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന അബ്സാറഹുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾ അവരുടെ കണ്ണുകൾ പൂർണ്ണമായി താഴ്ത്തട്ടെ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, മിൻ അബ്സാരിഹിന്ന. ആ മിൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ചില നോട്ടങ്ങൾ അവർക്ക് അനുവദനീയമാണ് എന്നാണ്. അത് പുരുഷന്മാർക്ക് സ്ത്രീകളെ നോക്കാൻ പാടില്ല, പക്ഷെ തിരിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരെ നോക്കുന്നത് അതേ കണക്കല്ല എന്നാണ് പറയുന്നത്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇബ്നു ഹുസൈം റഹിമഹുല്ലാഹ് പറയാണ്, സുമ്മ ലൗ ഖുൽനാ ബി അന്നഹു യഹ്റുമു അലൈഹി അൻ തൻദുറ ഇല റജുൽ,
ഇനി ഒരു സ്ത്രീക്ക് പുരുഷനെ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലക്കാന മുഷ്കിലൻ അലൈന നഹ്നു റിജാൽ, നമ്മൾ പുരുഷന്മാർക്ക് പിന്നീട് പ്രശ്നമാകും. എന്ത് ചെയ്യേണ്ടി വരും? വക്കാന യജിബു അലൈന അൻ നതഗത്ത ഹത്താ ലാ തറാന നിസ, സ്ത്രീകൾ നമ്മൾ കാണാതിരിക്കാൻ നമ്മൾ നമ്മൾ മറച്ചു നടക്കേണ്ടി വരും. കമാ ഔജബ്ന അല നിസാഇ യതഗത്തൈൻ, സ്ത്രീകൾക്ക് മുഖം മറക്കൽ നിർബന്ധമായതുപോലെ അല്ലാ യറാഹുന്ന റിജാൽ, പുരുഷന്മാർ കാണാതിരിക്കുന്നതിന് വേണ്ടി. വഹാദി മുഷ്കിൽ, അത് വേറൊരു പ്രയാസം കൂടിയുണ്ട്. അതുകൊണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യമാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. കാരണം ആ സ്ത്രീകൾ അതിൽ ശാസ്ത്രീയമായ കാര്യങ്ങളും അതുണ്ട്. സ്ത്രീ പുരുഷനെ നോക്കുന്നു, പുരുഷൻ സ്ത്രീയെ നോക്കുന്നു തമ്മിൽ വ്യത്യാസമുണ്ട്. പുരുഷന് കേവലം നോട്ടം തന്നെ ഹറാമായ ചിന്തകൾ ഉടലെടുക്കാൻ മതിയായതാണ്. സ്ത്രീകൾക്ക് പലപ്പോഴും അത് ഉണ്ടാവുകയില്ല. എന്നാൽ അങ്ങനെ ഉണ്ടാകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതൊരിക്കലും പാടില്ല എന്നുള്ളത് അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി അദ്ദേഹം പറഞ്ഞു കൈഫ തഅത്തദു ഫി ബൈതി ഇബ്നു ഉമ്മി മക്തൂം വൽ മർഅതു ലാ യജൂസു ലിർറജുലി അൻ യഖ്ലു ബിഹാ, എങ്ങനെയാണ് ഇബ്നു ഉമ്മി മക്തൂമിന്റെ വീട്ടിൽ ഇദ്ദയിരിക്കുക? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരോടൊപ്പം ഒറ്റക്കാവാൻ പാടില്ലല്ലോ. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു മൻ ഖാൽ ഇന്ന ബൈത ഇബ്നു ഉമ്മി മക്തൂം ലൈസ ഫീ അഹദ്, ആരാ പറഞ്ഞത് ഇബ്നു ഉമ്മി മക്തൂമിന്റെ വീട്ടിൽ ആരില്ല എന്നുള്ളത്? അവിടെ അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്. ഫഹി അഹ്ലുഹു ഫലാ ഖൽവ, അവിടെ അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്, അവിടെ ഖൽവത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ് അദ്ദേഹം പറഞ്ഞത് വലിഹാദ നഖൂൽ യഹ്റുമു അല റജുലൻ യഖ്ലു ബിൽ മർഅ, സ്ത്രീയുമായിട്ട് പുരുഷന് ഒറ്റക്കാവുക എന്നുള്ളത് പാടില്ലാത്തതാണ്. എന്നാൽ അവിടെ കുടുംബവും മറ്റും ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ മനസ്സിലാക്കുന്നത്. അത് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.